ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല സമയം നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം വലിയ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും സർവ്വകൃപാലുവായ ദൈവം അനേകർക്ക് ലഭിക്കാത്ത ശ്രേഷ്ഠകരമായ അനുഭവത്തെ നമുക്കൊരുക്കി തന്ന നല്ല കൃപയ്ക്കായി ആ നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. മനോഹരമായ നല്ലൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്കങ്ങ് ഒരുക്കി തന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. പലയിടങ്ങളിലായിരുന്ന ഞങ്ങളങ്ങ് കൂട്ടിവരുത്തിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ, സ്വർഗം പ്രസാദിക്കും വിധം അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഈ നല്ല പകൽക്കാലം ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുതലും ഞങ്ങളുടെ മധ്യം മൂടി നിൽക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. തുറന്ന സ്വർഗത്തിന് കീഴിലായിരിക്കുവാൻ മനോഹരമായൊരു പ്രഭാതം കൂടെ നൽകിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ആ നല്ല കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് ചില നിമിഷങ്ങൾ കൂടെ ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമെന്നതിന് മധ്യത്തിൽ ഞാനുണ്ടെന്ന് കൽപ്പിച്ച നല്ല കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്. ലൈവിൽ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്തുതിക്കുന്നവർ ആ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക. ചിലർ ആ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക. പത്രോസേ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന ശബ്ദം. ആമേൻ, സ്തോത്രം. നിന്റെ ഇല്ലായ്മകൾക്കും നിന്റെ പോരായ്മകൾക്കും നിന്റെ പരിമിതികൾക്കും ആമേൻ, സ്തോത്രം. കുറവിനും നിറവ് വരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ശബ്ദം ആമേൻ നിന്റെ വലയെ നിറയ്ക്കുക. കർത്താവിൻ്റെ ശബ്ദം നിന്റെ ഇല്ലായ്മകൾക്ക് അറുതി വരുത്തുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കിടക്കെടുത്ത് നടക്ക എന്ന ആ പക്ഷപാത രോഗി കേട്ട ശബ്ദം ഈ സമയം ചിലർ കേൾക്കുക. ആ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ശബ്ദം കേൾക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ചില നാളുകളായി, ചില വർഷങ്ങളായി പിശാച് വീഴ്ത്തിക്കളഞ്ഞവർ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിച്ച മഹത്വ ചില രോഗ കിടക്കകൾ ഇട്ടിട്ട്, ചില പരാജയത്തിന്റെ കിടക്കകൾ ഇട്ടിട്ട്, ചില തകർച്ചയുടെ കിടക്കകളിട്ട്, ചില ഇല്ലായ്മയുടെ കിടക്കകളിട്ട് ഇനി പുറത്തു വരത്തില്ല എന്ന് മനുഷ്യനും പിശാചും വെല്ലുവിളിച്ച് ആക്കി തീർത്ത ചില സ്ഥാനങ്ങളിൽ നിന്ന് ചിലർ എഴുന്നേൽക്കുവാൻ പോകുക. പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന്, തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന്, ഇല്ലായ്മയുടെ വറുതിയുടെ ആ സ്തോത്രം വീണുപോയ സ്ഥാനത്തു നിന്ന് കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുക. ഓ റാധേരെ ശന്ധാരകന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി, അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടി മറച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നന്ദി യേശുവേ, നന്ദി രാജാവേ. അങ്ങയുടെ നാമം മാത്രം ഉയരുന്ന മറ്റൊരു പകൽക്കാലം കൂടെ ഞങ്ങൾക്ക് അങ്ങ് ഒരുക്കി നൽകുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഹോളിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നവർ, നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അല്പസമയം നമ്മൾ ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന അല്പസമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളുടേതായി മാറട്ടെ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആവർത്തിച്ച് തന്നെ പറയട്ടെ, നാം ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം അത് വെറുതെ ആയി പോയി എന്ന് പറയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ അല്പസമയം കഴിഞ്ഞൊരു മാസക്കാലം മുഴുവൻ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ സമയങ്ങൾക്കും അപ്പുറം, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ നാം ഏറെ പഴികേൽക്കേണ്ടി വരാറുണ്ട്. ശ്രദ്ധിക്കണമേ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെക്കാൾ, അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ, അവൻ്റെ ജീവിതത്തിലുള്ള വെല്ലുവിളികളെക്കാൾ അവനെ വേദനിപ്പിക്കുന്നതും അവനെ നിരാശപ്പെടുത്തുന്നതും ദൈവസന്നിധിയിലായിരിക്കുന്ന സമയത്തെക്കുറിച്ച് ലോകം വിലയിരുത്തുകയും അതിനെ തുടർന്ന് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോഴാണ്. നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി, നീ ഉപവസിച്ചിട്ട് എന്തായി, നീ ആരാധിച്ചിട്ട് എന്തായി, നീ ഇങ്ങനെ ഞങ്ങളിൽ നിന്നൊക്കെ മാറി ദൈവത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് എന്തായി? പരിഹാസത്തിൻ്റെ സമയങ്ങൾ, കളിയാക്കലിൻ്റെ സമയങ്ങൾ, കുറ്റപ്പെടുത്തലിൻ്റെ സമയങ്ങൾ, നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയുവാൻ സന്തോഷിക്കുന്നവരുടെ വാക്കുകൾ ആമേൻ ആ പ്രതീക്ഷയ്ക്കപ്പുറമായി ഉയരുന്ന
സമയങ്ങൾ. ആ പ്രതീക്ഷകൾക്കപ്പുറമായി ഉയരുന്ന വാക്കുകളും അവരുടെ സന്തോഷങ്ങളും അവിടെ നിൽക്കട്ടെ. എന്നാൽ ആമേൻ, ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്ന അല്പസമയങ്ങൾ, പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന, ഉപവാസത്തോടെ ആയിരിക്കുന്ന അല്പസമയങ്ങൾ ഭക്തന്റെ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠകരമാക്കി മാറ്റുമെന്നത് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന പാഠമത്രേ. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഭക്തലക്ഷങ്ങൾ അനുദിനം അത് അനുഭവിക്കുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്, ആമേൻ, സ്തോത്രം. ക്രൂശിന് മുൻപ് ഗത്ശമനയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 22 മുതൽ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ശിഷ്യന്മാർ ഉറങ്ങിപ്പോകുന്നു, ഒറ്റയ്ക്കായിത്തീരുന്നു. വലിയ പ്രതിസന്ധിയുടേതായ രാത്രി. ചോര, ആമേൻ, വിയർപ്പ് ചോരയായി മാറി പുറത്തേക്ക് ഒഴുകുന്ന അനുഭവം. മതിഭ്രമം പിടിച്ചു, ഭ്രാന്ത് പിടിച്ചതുപോലെ യേശു ക്രിസ്തു അലറുന്ന അനുഭവം. അത്രമാത്രം വലിയൊരു മാനസിക വ്യഥയിലൂടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു പോകുന്നു. ആ ഭാഗം നമുക്ക് സുപരിചിതമാണല്ലോ. ദൂതൻ വരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുന്നു. അതിനർത്ഥം, ആമേൻ, യേശു പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ ദൂതനോടൊപ്പം സമയം ചിലവഴിച്ചതുകൊണ്ട് ക്രൂശ് മാറിപ്പോയെന്നല്ല, മറിച്ച് ക്രൂശിൽ യേശു കയറി. ആമേൻ, ശ്രദ്ധിക്കണമേ, ക്രൂശിൽ യേശു കയറി. ആ ക്രൂശിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? യേശു ഉയർത്തപ്പെട്ടു. അതവിടെ നിൽക്കട്ടെ, യേശു ഉയർത്തപ്പെടും. എന്നാൽ നമ്മൾ ഓരോരുത്തരും ആ ക്രൂശിലൂടെ, ആമേൻ, പിശാചിനെ തകർക്കുന്ന ദൈവത്തിൻ്റെ ജയോത്സവ പദ്ധതിയിൽ പങ്കാളികളായി മാറി. അഥവാ നമ്മളും ഉയർക്കപ്പെടുന്നവരായി മാറി. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭക്തരായി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ക്രൂശിൻ്റെ അനുഭവങ്ങളും നമ്മുടെ മാത്രമല്ല, നമ്മൾ അറിയുന്ന ഒത്തിരി പേരുടെ ഉയർപ്പിന് കാരണമായി മാറും. നമ്മളൊരു കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിശ്ചയമായും വിളിച്ചു പറയട്ടെ, അറിഞ്ഞോ അറിയാതെയോ ഒത്തിരി പേരുടെ വിടുതലിന് കാരണമായി നിശ്ചയമായും ആ കഷ്ടതയുടെ അനുഭവം മാറുക തന്നെ ചെയ്യും. ആമേൻ. കഴിഞ്ഞ രാത്രിയിലും, ആമേൻ, സ്തോത്രം, ദിവസസന്നിധിയിലായിരിക്കുമ്പോൾ ആ ഒരു കോൾ, ആമേൻ, ചില മാസങ്ങളായി പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ഒരു സഹോദരൻ്റെ അമ്മയിൽ നിന്ന് വരികയുണ്ടായി. ആ മാതാവ് പറഞ്ഞതാണ്, ദൈവദാസനെ, ഏകദേശം 4 വർഷത്തിലധികമായി എൻ്റെ മകൻ കിടപ്പിലാണ്. ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് നടുവിൽ ഒരു പൊട്ടലുണ്ടായി, ഒരു ഫ്രാക്ചർ ഉണ്ടായി. ആ മകൻ കിടപ്പിലാണ്. അരയ്ക്ക് കീഴ്പോട്ട് ചലിക്കത്തില്ല. 17 വയസ്സേ ആയിട്ടുള്ളൂ. ഇന്നലെ വിളിക്കുന്ന സമയത്ത് ആ മകന് 17 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴൊന്ന് ചിന്തിച്ച് നോക്കണമേ, 13ാമത്തെ വയസ്സിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. 13 വയസ്സായ ചാടിത്തുള്ളി കളിച്ച് മറിഞ്ഞ് അകത്തും പുറത്തും ഓടി നടക്കേണ്ട ഒരു മകൻ വീട്ടിനകത്ത് ഒരേ കിടപ്പ് കിടക്കുമ്പോൾ ഒരു അമ്മയുടെ അവസ്ഥ. അവൻ്റെ പഠനം മുടങ്ങി, അവനിലുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഡോക്ടർമാർ പറഞ്ഞു ഒരു സാധ്യതയുമില്ല. ബാംഗ്ലൂർ ബേസ്ഡായിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ള ഫാമിലിയാണ്. ആമേൻ. ഈ കഴിഞ്ഞ ജനുവരിയിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്ന സമയം ആ സഹോദരി പ്രൈസർ ഫാമിലിക്കൊപ്പമുണ്ട്. സഹോദരി ഉപവസിക്കുവാനായി തുടങ്ങി. ആ മകനും നമ്മുടെ മെസ്സേജുകൾ കേൾക്കുന്നവനാണ്. ആ മകനും ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, ഞാൻ ഉപവസിക്കും. ആമേൻ. ആ സ്തോത്രം, അമ്മ ഉപവസിച്ചത്, ആമേൻ, സ്തോത്രം, ഈ മകൻ എഴുന്നേൽക്കണം. ആ മകൻ ഉപവസിച്ചത്, എനിക്കിനി ഇങ്ങനെ കിടന്ന് നരകിക്കുവാൻ വയ്യ. ആമേൻ, എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ അമ്മയുടെ കണ്ണുനീർ എനിക്ക് കാണുവാൻ വയ്യ. എന്തുദ്ദേശത്തിലാണെങ്കിലും 2 പേർ അവിടെ ഉപവസിച്ചു. നമ്മൾ ഉപവാസത്തിൽ ായിരുന്നു. ഒത്തിരി പേർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ചു കൊണ്ടേയിരുന്നു. ആമേൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച, കഴിഞ്ഞതിന് തൊട്ട് മുമ്പിലത്തെ വെള്ളിയാഴ്ച 31 ദിവസം പൂർത്തിയാക്കി. നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു, സന്തോഷമായിരുന്നു. എന്നാൽ ആ മാതാവും പിതാവും ആ മാതാവും മകനും ആഹാരം കഴിക്കുവാൻ തയ്യാറായില്ല. കാരണം അവർ ആഗ്രഹിച്ചത് സംഭവിച്ചില്ല. മകൻ എഴുന്നേറ്റില്ല, അമ്മയുടെ ആഗ്രഹം സംഭവിച്ചില്ല. മകൻ, ആമേൻ, ഞാൻ മരണപ്പെട്ടു പോകണമെന്ന എൻ്റെ ആഗ്രഹം നടന്നില്ല എന്ന് മകനും ചിന്തിച്ചു. 2 പേരുടെയും ആഗ്രഹം നിവർത്തീകരിക്കപ്പെടാത്തതുകൊണ്ട് അവർ ഉപവാസം തുടർന്നു. ആ സ്തോത്രം, ശനിയാഴ്ചയുടെ അന്ന് അവർ നമ്മുടെ പഴയ മെസ്സേജുകളൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ വീഴ്ചയെ തുടർന്നിട്ടൊരു സാക്ഷ്യം അതിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തിയ വചനം നിങ്ങളിൽ പലർക്കും ഓർമ്മ കാണും. എൻ്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട, ഞാൻ വീണാലും ഞാൻ എഴുന്നേൽക്കും, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എന്നെ ആശുപത്രി കിടക്കയിൽ ശക്തിപ്പെടുത്തിയ വചനമാണ്. ആ വചനം കേട്ട സമയം മുതൽ ആ അമ്മയും മകനും ആ വചനം വെച്ച് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. കർത്താവേ, അവൻ വീണത് സത്യമാണ്, എങ്കിലും എൻ്റെ ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. ആ അമ്മ പ്രാർത്ഥിച്ചു. അന്ന് വരെയുള്ള പ്രാർത്ഥന മാറ്റിവെച്ച് മകനും പ്രാർത്ഥിച്ചു, ഞാൻ വീണത് സത്യമാണ്, എൻ്റെ ചെറുപ്പത്തിലെ പിശാചെന്നെ തള്ളിയിട്ടു, ഞാൻ വീണു, ഞാൻ കിടക്കയിലായി, എങ്കിലും എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നലെ രാത്രി ആ അമ്മ വിളിച്ചു പറഞ്ഞതാണ്, ദൈവദാസനെ, ആമേൻ, 4 വർഷമായി
വർഷമായി ചലിക്കാതിരുന്ന, അരയ്ക്ക് താഴോട്ട് ചലിക്കാതിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരമായപ്പോൾ കാലുകൾക്ക് ചലനമുണ്ടായി. ആമേൻ. 3 വർഷത്തിലധികമായി, കേൾക്കണമേ, 3 വർഷത്തിലധികമായി ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ആമേൻ. ഒരേ കിടപ്പാണ്, ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഒരുപക്ഷെ ഈ 11:10 സമയത്ത് അവർ, ആമേൻ സ്തോത്രം, അടുത്ത ഹോസ്പിറ്റലിലായിരിക്കും. അടുത്ത ട്രീറ്റ്മെന്റിന് ഇനി സാധ്യതയുണ്ടെന്ന് ഡോക്ടറിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി. കാരണം ചലനമുണ്ടെങ്കിൽ ആമേൻ സാധ്യതയുണ്ട്. ആമേൻ. ചലനമുണ്ടെങ്കിൽ സാധ്യതയുണ്ട്. വീഴുന്നവനെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വീഴ്ചകളെ എന്നെ കേൾക്കുന്ന പ്രിയരെ, ചിലർ കരയുന്നുണ്ട്. ആമേൻ. ഇതിനകത്തും പുറത്തും ചിലർ കരയുന്നുണ്ട്. ഞാൻ വീണു മടുത്തു, ഞാൻ കഷ്ടത അനുഭവിച്ചു മടുത്തു, എനിക്കിനി വേദനിക്കുവാൻ വയ്യ, എനിക്കിനി നിലവിളിക്കുവാൻ വയ്യ, എനിക്കിനി കഷ്ടത അനുഭവിക്കുവാൻ വയ്യ. ഈ കഷ്ടത നിനക്കല്ല. ആമേൻ. എന്നോ വീണുപോയ ചിലർ എഴുന്നേൽക്കുവാൻ വേണ്ടിയാ. ഈ കഷ്ടതയിലൂടെ നീ കടന്നു പോകുന്നത് അത് നിനക്ക് വേണ്ടിയല്ല. ഒരിക്കലും ഒരു എഴുന്നേൽപ്പ്, ഒരിക്കലും ഒരു ഉദ്ധാരണം ഉണ്ടാകത്തില്ല എന്ന് ചിന്തിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ട് മരണത്തിനായി കാത്തുകിടക്കുന്ന അനേകരുടെ എഴുന്നേൽപ്പിനാണെന്ന് ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ആമേൻ. സ്തോത്രം. കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥനയും ഉപവാസവും ഗത്ശമനയാണ്. ആമേൻ. പ്രാർത്ഥനയും ഉപവാസവും ഒറ്റപ്പെടുത്തലിന്റെ അനുഭവമാണ്. പ്രാർത്ഥനയുടെ ഉപവാസവും പ്രിയപ്പെട്ടവരുടെ മാറി നിൽക്കലിന്റെ അനുഭവമാണ്. അതിനർത്ഥം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ശക്തിപ്പെട്ടത് കൊണ്ട് ക്രൂശ് മാറുമെന്നല്ല. ക്രൂശ് അവിടെ കാണും. പക്ഷേ ആ ക്രൂശിൽ നിന്നെ ജയിപ്പിക്കുന്ന, നിന്നെ ജയോത്സവമായി കൊണ്ടു നടക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പിന്നെയും ഉപവാസങ്ങൾ കണ്ടിന്യൂസ് ആയി തുടർന്ന്, ആമേൻ, പ്രാർത്ഥിച്ച് ഉപവസിച്ചായിരിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങൾ വലിയ സാക്ഷ്യങ്ങളുടേതായി മാറട്ടെ. മറക്കാതെ ആ അമ്മയ്ക്കും മകനും വേണ്ടി പ്രാർത്ഥിക്കുക. വരുന്ന ദിവസങ്ങളിൽ അവരിൽ നിന്ന് കൂടുതൽ സാക്ഷ്യം നമുക്ക് ആവശ്യം. 3 വർഷമായി ട്രീറ്റ്മെന്റ് ഇല്ല. ഇന്ന് മുതൽ ട്രീറ്റ്മെന്റ് തുടങ്ങണം. ഡോക്ടർ പറയണം ഇനി ഞങ്ങൾക്ക് പറ്റും. ആമേൻ. കഴിഞ്ഞ തവണ വരെ 3 വർഷത്തിന് മുമ്പ് വരെ ആ അമ്മ കേട്ടത് ഇനി ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന വാക്കാ. എന്നാൽ ഇന്ന് ആ അമ്മ കേൾക്കണം. ആമേൻ. ഇന്ന് ആ അമ്മ കേട്ടിട്ട് വിളിച്ചു പറയണം, ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റും, ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റും. ആമേൻ. അതിനായി എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ അല്പസമയത്ത് വചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 35-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 35-ാമത്തെ വാക്യം, അതിൻ്റെ 2-ാം ഭാഗം. അന്ന് മുതൽ നഗരത്തിന് യഹോവ ശമാ, യഹോവ അവിടെ എന്ന് പേരാകും. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങൾ ഞങ്ങൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ, പിന്നിലെ ഗത്ശമനയുടെ അനുഭവങ്ങൾ, അപ്പോൾ തളർന്നു പോകുന്ന അനേകർക്ക് ആശ്വാസമായി ചില ക്രൂശിൻ്റെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത് അനേകരുടെ ഉയർപ്പിന് കാരണമായി, അനേകരുടെ എഴുന്നേൽപ്പിന് കാരണമായി, ഞങ്ങളുടെ പുറത്തുവരവിന് കാരണമായി മാറുവാൻ പോകുന്ന കൃപയ്ക്കായി. ആമേൻ. പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട്. യേശുവേ, പുതിയ വാതിലുകളെ ഇന്നങ്ങ് തുറക്കണമേ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കരയുവാൻ മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നവരുണ്ട്. യേശുവേ, ആ കണ്ണുനീരെല്ലാം അങ്ങ് തുടയ്ക്കണമേ കർത്താവേ. രോഗികളായി കേൾക്കുന്നവരുണ്ട് കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം, ആമേൻ യേശുവേ, അത് സൗഖ്യമായി അങ്ങയുടെ മക്കളായിരിക്കുന്ന സ്ഥാനത്ത് ചലിക്കട്ടെ. ജോലിക്ക് പോലും കടന്നു പോകുവാൻ കഴിയാതെ ഒരു ദിവസം ജോലിക്ക് പോയാൽ ചില ദിവസങ്ങൾ വിശ്രമിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന സഹോദരനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ, ഇപ്പോഴങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. എല്ലാ രോഗങ്ങളും ഇന്ന് പകലിൽ മാറിപ്പോകട്ടെ. ഈ മെസ്സേജിന് ആമേൻ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ സൗഖ്യത്തോടെ നഷ്ടപ്പെട്ട ആരോഗ്യം മടങ്ങി വന്നത് കണ്ട് സന്തോഷിച്ചെഴുന്നേൽക്കുവാൻ സ്വർഗമങ്ങ് സഹായിക്കണമേ കർത്താവേ. പുതിയ വാർത്തകളുടെ പകൽക്കാലമായി ഈ പകൽക്കാലം മാറട്ടെ. ഇനി ഒരിക്കലും കേൾക്കുവാൻ കഴിയത്തില്ല, ഇനി ഒരിക്കലും കാണുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്നത് കാണുന്ന കേൾക്കുന്ന പകൽക്കാലമായി ഈ പകൽക്കാലം മാറട്ടെ. അങ്ങയുടെ വചനത്തിന് മുൻപിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് പകലിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ വചനത്താൽ ഭൂതങ്ങൾ ഇന്ന് പകലിൽ പുറത്തു പോകട്ടെ. അങ്ങയുടെ വചനത്താൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അങ്ങയുടെ വചനത്താൽ ശക്തി പുറപ്പെടുന്നത് ജനം തിരിച്ചറിയട്ടെ. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായി സമാധാനമായി ജനമായിരിക്കട്ടെ.
താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയനും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാക്കി ഈ നല്ല സമയത്തെ അങ്ങ് തീർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ആ വാക്യം വായിക്കട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 48:35 അവസാന ഭാഗം. അന്നു മുതൽ നഗരത്തിന് യഹോവ ശമ അഥവാ യഹോവ അവിടെ എന്ന പേരാകും. യഹോവ അവിടെ, യഹോവ ശമ. ആ വാക്യത്തെ ഇങ്ങനെ തന്നെ അർത്ഥാൽ വിവക്ഷിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യഹോവ ശമ. ആരും വേണ്ട, ദൈവം കൂടെയുണ്ട്. ആമേൻ. ഒഴിവാക്കുന്നവർ വേണ്ട, തള്ളിപ്പറയുന്നവർ വേണ്ട, മാറ്റി നിർത്തുന്നവർ വേണ്ട, ഒറ്റപ്പെടുത്തുന്നവർ വേണ്ട, കളിയാക്കുന്നവർ വേണ്ട, ദൈവം കൂടെയുണ്ട്. ആര് മാറിപ്പോയാലും, ആര് ഉപേക്ഷിച്ചാലും, ആര് തള്ളിപ്പറഞ്ഞാലും, ആര് കിടന്നു ഉറങ്ങിയാലും, ആമേൻ, ആര് ഉണർന്ന് കൂടെ ഇരുന്നില്ലെങ്കിലും, ആര് കളിയാക്കിയാലും, ആര് പരിഹസിച്ചാലും, ആര് കുറ്റപ്പെടുത്തിയാലും മാറിപ്പോകാത്തൊരു ദൈവം, ഗത്ശമനയിൽ കൂടിരുന്ന ദൈവം, ആ ദൈവം ഇന്ന് ഈ സമയം നമ്മോട് കൂടെയുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, അവിടെ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവ അവിടെ, അർത്ഥാൽ ദൈവം തൻ്റെ ജനത്തോട് കൂടെ. ഇന്ന് ഈ സമയവും ആമേൻ ഒരു ഭക്തനായിരിക്കുന്നതിൽ എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം സന്തോഷത്തോടെ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. സ്വർഗങ്ങളിൽ അടങ്ങാത്ത ദൈവം, മനുഷ്യൻ്റെ കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കാത്ത ദൈവം ഈ സമയം എന്നോട് കൂടെ. ഈ സമയം എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന പ്രിയരെ, എൻ്റെ ദൈവം, സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെ. ഹല്ലേലൂയ. കേൾക്കുന്ന നിങ്ങൾ എത്രമാത്രം അതിൽ സന്തോഷിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ഞാൻ സന്തോഷിക്കുന്നു. ഭക്തലക്ഷങ്ങൾ ആ വാക്കുകളിൽ സന്തോഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു. കാരണം ഭക്തനറിയാം. ആമേൻ, സ്തോത്രം. യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. കൂടിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഭക്തൻ സന്തോഷത്തോടെ വിളിച്ചു പറയുകയാണ്, നിങ്ങളോട് കൂടെ ഉള്ളവൻ അഥവാ നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ലോകം നിങ്ങളെ ഭയപ്പെടുത്തി, ലോകം നിങ്ങളെ പേടിപ്പിച്ചു, അതിൻ്റെ ഹുങ്ക് കാട്ടി, അതിൻ്റെ ബലം കാട്ടി, അതിൻ്റെ ശക്തി കാട്ടി. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ മകളാണെങ്കിൽ തിരിച്ചറിയ, ലോകത്തിലുള്ളവനേക്കാൾ, ലോകത്തിലുള്ള ശത്രുവിനേക്കാൾ വലിയവനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഈ പകലിലും സർവശക്തനായ ദൈവം നിന്നോട് കൂടിയിരിക്കുന്നു. ആ ദൈവം കൂടെയുള്ള സാധ്യത തിരിച്ചറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, ആ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ബലവാനായ സർവശക്തനായ ദൈവം നമുക്ക് അനുകൂലമായി കൂടെയുണ്ടെങ്കിൽ പ്രതികൂലം ആർ? ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, കളിയാക്കുന്നവർ കാണും, പരിഹസിക്കുന്നവർ കാണും, കുറ്റപ്പെടുത്തുന്നവർ കാണും, വേദനിപ്പിക്കുന്നവർ കാണും, അവസരം നോക്കി പണി തരുവാൻ കൂടെ കൂടിയവർ കാണും. ആര് കൂടെ ഉണ്ടെങ്കിലും അവരെ ചൊല്ലി നീ വിലപിക്കുമ്പോൾ, അവർ മുഖാന്തരം നീ വേദനപ്പെടുമ്പോൾ തിരിച്ചറിയ, അവരുടെ ശക്തിയേക്കാൾ, അവരുടെ ബുദ്ധിയേക്കാൾ, അവരുടെ ആലോചന വൈവിധ്യത്തെക്കാൾ മഹത്തായവൻ, ആമേൻ, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായവൻ, സർവശക്തനായ ദൈവം, സർവകൃപാലുവായ ദൈവം, ആ ദൈവം, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ആ മനുഷ്യരെ ഭയപ്പെടേണ്ട, ദുഷ്ട മനുഷ്യരെ ഭയപ്പെടേണ്ട, സാഹചര്യങ്ങളെ ഭയപ്പെടേണ്ട, ഇന്ന് നിങ്ങളെ കരയിപ്പിക്കുന്ന അവസ്ഥകളെ ഭയപ്പെടേണ്ട, ഇന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ ഭയപ്പെടേണ്ട. കേൾക്ക്, സർവശക്തനായ ദൈവം, വലിയവനായ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളോട് കൂടെയുണ്ട്. സന്തോഷത്തിന്റെ അടിസ്ഥാനം അതുതന്നെയാണ്. എൻ്റെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. എത്ര പേർക്ക് ഈ പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ദൈവം എനിക്ക് അനുകൂലമായി എന്നോട് കൂടെയുണ്ട്. ലോകത്തിലുള്ളവനേക്കാൾ, മനുഷ്യനേക്കാൾ, പിശാചിനേക്കാൾ, സാഹചര്യങ്ങളെക്കാൾ, അവസ്ഥകളെക്കാൾ, അനുഭവങ്ങളെക്കാൾ വലിയവനായ ദൈവം. സഹോദര, സഹോദരി, നിന്റെ തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, കൂട്ടം കൂടുന്ന ദുഷ്ട മനുഷ്യനേക്കാൾ വലിയവനായ ദൈവം. ഹല്ലേലൂയ. ഓ രാധരേ ശാന്താർഗന യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കേൾക്കണമേ, ആ ദൈവം, വലിയവനായ ദൈവം,
അനുകൂലമായി നമുക്കൊപ്പം ഉള്ളതിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് അല്പമായി ഈ നല്ല പകൽക്കാലം നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഒന്നാമതായി വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അവിധത്തിൽ വലിയവനായ ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് വചനം പറയുന്നു നമുക്ക് സ്വസ്ഥത ലഭിക്കും. പുറപ്പാട് പുസ്തകം 33:14 എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. എൻ്റെ സാന്നിധ്യം, ദൈവം പറയുക, ഞാൻ നിന്നോട് കൂടെ പോരും. ഞാൻ നിന്നോട് കൂടെ പോരുമ്പോൾ എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്? നിനക്ക് സ്വസ്ഥതയുണ്ടാകും. കേൾക്കണമേ, എവിടെയാണ് ദൈവം തൻ്റെ ജനത്തെ സ്വസ്ഥമായി നടത്തുവാനായി പോകുന്നത്? ആമേൻ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ആമേൻ, ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും അനുഗ്രഹവും അനുകൂലവുമായ ഒരു സ്ഥാനത്തായിരിക്കാം ദൈവം തൻ്റെ ജനത്തോട് കൂടിയിരുന്ന് അവന് സ്വസ്ഥത നൽകുന്നത്, അവന് നല്ല ഉറക്കം നൽകുന്നത്, അവൻ്റെ വായിൽ ചിരിയും, ആമേൻ, സ്തുതിയും സ്തോത്രവും ഒക്കെ നൽകുന്നത്. എന്നാൽ ദൈവം സ്വസ്ഥത നൽകുന്നത് വേദപുസ്തകം വിളിച്ചു പറയുന്നു അത് മരുഭൂമിയിലാണ്. ആമേൻ. ദൈവത്തിൻ്റെ സ്വസ്ഥത ഭക്തൻ എവിടെയാണ് അനുഭവിക്കുവാൻ പോകുന്നത്? മരുഭൂമിയിലാണ്. കേൾക്കണമേ, ആമേൻ. ലോകപ്രകാരം എല്ലാം നന്നായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കാൾ നമ്മളെ മൂടി നിൽക്കുന്ന ഒരുപാട് സാന്നിധ്യങ്ങൾ ഉണ്ടാകും. നമ്മൾ നന്നായിരിക്കുന്നുവെങ്കിൽ നമുക്കൊപ്പം 100 ആൾക്കാർ കാണും, ബന്ധുക്കൾ കാണും, ചാർച്ചക്കാർ കാണും, കൂട്ടുകാർ കാണും, വേണ്ടപ്പെട്ടവർ കാണും, നാട്ടുകാർ കാണും. ആമേൻ. എല്ലാവരും കാണും. എല്ലാവരുടെ കുത്തൊഴുക്കായിരിക്കും. ആമേൻ. നമുക്ക് അവസാനം ശല്യമാകും. ഇവരെല്ലാം കൂടെ എന്തിനാണ് എന്നിലേക്ക് തന്നെ വരുന്നത്? നമ്മൾ നന്നായിരിക്കുമ്പോൾ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടായിരിക്കുമ്പോൾ എല്ലാവരും കാണും. എന്നാൽ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുമ്പോൾ, ആമേൻ, അന്ന് വരെ കൂടെ ഉണ്ടായിരുന്ന ഒരു പൂച്ചക്കുഞ്ഞു പോലും നമ്മോടൊപ്പം കാണത്തില്ല. നീ ഒരു കഷ്ടതയിലാകുമ്പോൾ നിനക്ക് ആരൊക്കെ കൂടെയുണ്ട്? ശരിയായ ബന്ധുക്കളെയും ശരിയായ മിത്രങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയുമെന്ന പഴമൊഴി യാഥാർത്ഥ്യമാണെന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പഴമൊഴി പറഞ്ഞ കാലത്ത് 1-2 പേരെങ്കിലും കൂടെ കാണും. പക്ഷെ ഇന്നത്തെ കാലത്ത് ആരും കൂടെ കാണത്തില്ല. ആമേൻ, സ്തോത്രം. മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരും കൂടെ കാണത്തില്ല. എന്നാൽ വചനം പറയുന്നു, എൻ്റെ ജനമേ, ഞാൻ നിന്നോട് കൂടിരിക്കും. നീ മരുഭൂമിയിലാണെങ്കിൽ ഞാൻ നിന്നോട് കൂടിരിക്കും. നീ കവിഞ്ഞൊഴുകുന്ന നദിയുടെ മധ്യത്തിലാണെങ്കിൽ ഞാൻ നിന്നോട് കൂടിരിക്കും. നീ ആളിക്കത്തുന്ന തീച്ചൂളയുടെ നടുവിലാണെങ്കിൽ ഞാൻ നിന്നോട് കൂടിരിക്കും. ആ നദി നിന്നെ വിഴുങ്ങിക്കളയാതെ, ആ അഗ്നി നിന്നെ ദഹിപ്പിച്ചു കളയാതെ ഞാൻ നിന്നോട് കൂടിരിക്കും. ഇന്നും ഈ സമയവും എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരും കൂടെ ഇല്ലാത്ത ജീവിതയാത്രയുടെ കഠിനതകൾ, വെന്തുപോകുന്ന തീയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ശ്വാസമെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ മുങ്ങിപ്പോകുന്ന കഷ്ടതകൾ ഏറി വരുമ്പോൾ തിരിച്ചറിയ, ആമേൻ, ദൈവം നിന്നോട് കൂടിരിക്കും. നീ ഇന്ന് വരെ ഒപ്പമുണ്ടായിരുന്നവരെ നോക്കി കാണുന്നില്ലയോ? നിരാശപ്പെടേണ്ട. സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ. മോശയെ പോലെ, ജനത്തെ പോലെ വിളിച്ചു പറയ, ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ. ഇന്ന്, ആമേൻ, സ്തോത്രം, നീ ഒറ്റയ്ക്ക് മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. എവിടെയാണ്? മരുഭൂമിയിലാണ് ദൈവ സാന്നിധ്യം. ഗോശേനിൽ അവർ പച്ചപ്പിലായിരുന്നു. അവിടെയല്ല അവർ ആ ദൈവ സാന്നിധ്യം അറിഞ്ഞത്. ഫറവോന്റെ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ അവർ ആയിരുന്ന ഒരു കാലം അവർ കോർത്തെടുത്ത് പറയുവാൻ കഴിയും. അവിടെയുമല്ല അവർ ദൈവസാന്നിധ്യം അനുഭവിച്ചത്, അഥവാ അവരോട് കൂടെ ദൈവം ഇരുന്നത്. പിന്നെയോ, ആമേൻ, ഒപ്പം ആരുമില്ലാത്ത, നല്ലതൊന്നും കാണുവാനും പ്രതീക്ഷിക്കുവാനും കഴിയാത്ത അവസ്ഥയിൽ, അവസരത്തിൽ ദൈവം അവരോട് കൂടിരുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളും ഇതേ അനുഭവത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ജീവിതത്തിന്റെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളോ ഒക്കെ നോക്കി നിങ്ങൾ പറയും, അയ്യോ, ഇതെനിക്ക് അനുകൂലമല്ല, ഈ കടന്നു വരുന്ന അവസ്ഥ എനിക്ക് അനുകൂലമല്ല, ഈ അവസ്ഥയിൽ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, ഇങ്ങനെ ദീർഘനാൾ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, ഒപ്പമുള്ളവർ അനുകൂലമല്ല, സാഹചര്യം അനുകൂലമല്ല, എല്ലാം പ്രതികൂലമായിരിക്കുന്നു. കേൾക്കണമേ, എല്ലാം പ്രതികൂലമെന്ന് നീ കരുതുന്ന ആ അവസരത്തിൽ, ആ അനുഭവത്തിൽ എൻ്റെ ദൈവം നിന്നോട് കൂടിരിക്കും. ഒരു സ്വസ്ഥതയും അനുഭവിക്കുവാൻ ഇടവരുത്തത്തില്ല എന്ന് മനുഷ്യനും പിശാചും വെല്ലുവിളിക്കുന്ന നിന്റെ ഓർമ്മപ്പെടുത്തലുകളും അനുഭവങ്ങളും നിന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന അതേ സാഹചര്യത്തിൽ എൻ്റെ ദൈവം നിനക്ക് സ്വസ്ഥത നൽകും. എൻ്റെ ദൈവം നിനക്ക് സുഖകരമായ ഉറക്കം നൽകും. എൻ്റെ ദൈവം നിനക്ക് സമാധാനം നൽകും. എൻ്റെ ദൈവം നിനക്ക് സന്തോഷം നൽകും. ഓ റാധാര ശിഖാരദരേ ശന്താരകൻ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. കേൾക്കണമേ, അത് ദൈവം കൂടെ ഇരിക്കുന്ന ഒരു ഭക്തന് മാത്രം
മാത്രം ലഭിക്കുന്ന ഒരു ആമേൻ സാധ്യതയാണ്. ആമേൻ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഞങ്ങൾ ആമേൻ വല്ലാതെ അനുഭവിച്ചതാണ്. എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നും വിധത്തിൽ ആമേൻ സ്തോത്രം കഴിഞ്ഞ തിങ്കളാഴ്ച ആമേൻ നിങ്ങളെല്ലാം അറിഞ്ഞതുപോലെ വലിയൊരു അപകടമുണ്ടായി. അപകടത്തെ തുടർന്ന് ആമേൻ സ്തോത്രം അപകടത്തിൽ പെട്ട രണ്ടുപേരുമായി ആശുപത്രിയിൽ, എൻ്റേതല്ലാത്ത, എൻ്റെ പരിചയമില്ലാത്തൊരു ദേശത്ത്, എനിക്ക് യാതൊരു ബന്ധങ്ങളുമില്ലാത്തൊരു സ്ഥലത്ത് ആശുപത്രിയിൽ കടന്നു പോകേണ്ടി വന്നു, സ്റ്റേഷനിൽ കടന്നു പോകേണ്ടി വന്നു, ഒത്തിരി കാര്യങ്ങളുടെ മുൻപിൽ നിൽക്കേണ്ടി വന്നു. ആമേൻ അവിടെ ആമേൻ തകർന്നു പോകാതെ, ഭയന്നു പോകാതെ, ആമേൻ നിരാശപ്പെട്ടു പോകാതെ ധൈര്യമായി നിൽക്കുവാൻ ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടിരുന്നു. ആമേൻ ഞാൻ സന്തോഷമായി വാഹനത്തിനകത്തിരുന്നപ്പോൾ മാത്രമല്ല, പുറത്ത് പ്രതിസന്ധിയുടെ മധ്യത്തിലായിരുന്നപ്പോഴും എൻ്റെ ദൈവം എന്നോട് കൂടിരുന്നു. അവിടെയും സ്വസ്ഥത നൽകി. ഓ രാധാരാഷകാരതരെ തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ചിരിയോടെ നിൽക്കുവാൻ എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. പ്രശ്നം വരുന്നതോ വരാതിരിക്കുന്നതോ അല്ല, പ്രശ്നത്തിന് മധ്യത്തിൽ പിടിച്ചു നിൽക്കുന്നതത്രേ. ആമേൻ കരഞ്ഞു പോകാതെ, തളർന്നു പോകാതെ, മടുത്തു പോകാതെ പിടിച്ചു നിൽക്കുവാൻ ദൈവം കൃപ പകർന്നു. ആമേൻ സാഹചര്യം എങ്ങനെയുള്ളതായിരുന്നാലും ആമേൻ സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നമ്മൾ അറിയാതെ പറയും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഈ അവസ്ഥയിൽ ഞാൻ വീണു പോകും. അവിധത്തിൽ വീണ 100 പേരെ നമുക്ക് ഓർമ്മയിൽ വരും. ആമേൻ അവിധത്തിൽ തകർന്നു പോയ 100 പേരുടെ വാക്കുകൾ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ആർത്തലച്ചുകൊണ്ട് കേൾക്കും. രക്ഷപ്പെടത്തില്ല. ആമേൻ അവർ വീണുപോയി, അതുപോലെ ഞാനും വീഴും. അവരുടെ മക്കൾ പിടിപ്പെട്ടു പോയി, അതുപോലെ എൻ്റെ മക്കളും പിടിപ്പെട്ടു പോകും. അവരുടെ കുടുംബം തകർന്നു പോയി, അതുപോലെ എൻ്റെ കുടുംബവും തകർന്നു പോകും. അവർ തൊഴിലില്ലാത്തവരായി തീർന്നു, അതുപോലെ ഞാൻ തൊഴിലില്ലാത്തവനായി തീരും. അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി കടന്നു വന്നു, അതുപോലെ എൻ്റെ ജീവിതത്തിലും വലിയ പ്രതിസന്ധി കടന്നു വരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം കൂടിരിക്കുമ്പോൾ ആമേൻ മരുഭൂമി, ആമേൻ ആ നിർജ്ജന പ്രദേശം പച്ചപ്പുള്ള ആമേൻ നീരോട്ടമുള്ള താഴ്വരയുടെ അനുഭവമായി മാറുന്ന ദൈവത്തിൻ്റെ അത്ഭുതം നീ കാണുവാൻ പോകുക. ആമേൻ ഹല്ലേലൂയ. ഈ മരുഭൂമിയിൽ 40 വർഷക്കാലം ദൈവത്തിൻ്റെ ജനം ആയിരിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് മോശെ എന്ന ആമേൻ ദൈവ മനുഷ്യൻ, ദൈവ പുരുഷൻ പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല, അവരുടെ കാലിലെ ചെരുപ്പ് പോലും പൊട്ടിപ്പോയില്ല. ആമേൻ കേൾക്കണമേ, മരുഭൂമിയിൽ 40 വർഷം നടന്നു, എന്നിട്ട് അന്ന് ചെരുപ്പ് പൊട്ടിയില്ല, ആമേൻ വസ്ത്രം കീറിപ്പോയില്ല. അவ்விധത്തിൽ നിന്നെ പരിപാലിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആമേൻ ആവർത്തിച്ച് പറയട്ടെ, നിന്റെ ഒരു മുടി കൊഴിഞ്ഞു പോകുവാൻ ഇടവരാത്ത വിധത്തിൽ ഇന്ന് നീ കരയുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് സഹോദരി നീ വല്ലാതെ കരയുക. സഹോദരി നീ പലപ്പോഴും മരണത്തിന് വേണ്ടി നിലവിളിക്കുക. കേൾക്ക്, നിന്റെ ഒരു മുടി കൊഴിഞ്ഞു പോകുവാൻ, നിന്റെ ഒരു രോമം കൊഴിഞ്ഞു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തിൽ. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. എൻ്റെ ദൈവം കൂടിരിക്കും. നോക്കൂ, രണ്ടാമതായി വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ദൈവം കൂടെ ഉള്ളത് കൊണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം, വഴി ഒരുക്കപ്പെടുമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. യഹോവ തൻ്റെ അപേക്ഷിതനായ കോരേശിനോട് ഈ പ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുകയും ചെയ്യും. ആ 2 വാക്യങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന 4 ദൂതുകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ ശ്രദ്ധയോടെ ആയിരുന്നാട്ടെ. ഒന്നാമതായി ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും, ദൈവം ആമേൻ സ്തോത്രം വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഒരു ഭക്തനെ ദൈവം ആമേൻ സ്തോത്രം അവൻ്റെ വലങ്കൈ പിടിച്ചു വഴി നടത്തും. വളരെ ആൾത്തിരക്കുള്ള ഒരു ആഘോഷ രാത്രിയിൽ പ്രിയപ്പെട്ടവരുടെ കൈവിട്ടുപോയ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് അലറുവാനായി തുടങ്ങി, ആ കുഞ്ഞ് കരയുവാനായി തുടങ്ങി. അതുവരെ അവനെ സന്തോഷിപ്പിച്ച ആൾക്കൂട്ടവും വെളിച്ചങ്ങളും ശബ്ദങ്ങളുമൊക്കെ അവനെ പേടിപ്പിക്കുവാനായി തുടങ്ങി. അവനെ ആശ്വസിപ്പിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. എല്ലാവരും മോനെ എന്ന് വിളിച്ച് ഓടി അടുത്ത് വരുന്നു, അവൻ ആശ്വസിക്കുന്നില്ല, കരയുന്നു. ഉച്ചത്തിൽ ആ കുഞ്ഞ് കരയുന്നു. ഒടുവിൽ നിയമപാലകരെത്തി ആ കുഞ്ഞിനെ കൊണ്ടുപോയി സ്റ്റേഷനിൽ ആമേൻ സ്തോത്രം അവരുടെ ഔട്ട് പോസ്റ്റിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ആമേൻ ഈ കുഞ്ഞിൻ്റെ രക്ഷകർത്താക്കളെ അന്വേഷിക്കുവാനായി തുടങ്ങി. ഈ കുഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴൊക്കെ മാതൃവാത്സല്യത്തോടെ ഒത്തിരി സ്തോത്രം ആ നിയമപാലകരിൽ സ്ത്രീകളായവരൊക്കെ അടുത്ത് വന്ന് കുഞ്ഞിനെ കളിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, കുഞ്ഞിനെ കൊഞ്ചിക്കുവാൻ ശ്രമിക്കുന്നു, കുഞ്ഞിന് മധുരപലഹാരം
പലഹാരങ്ങളും മിഠായികളും ഒക്കെ വാങ്ങിക്കൊടുക്കുവാൻ ശ്രമിക്കുന്നു. കുഞ്ഞൊന്നിലും സന്തോഷിക്കുന്നില്ല. അവൻ നിർത്താതെ കരയുക, അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെപ്രാളപ്പെട്ട ഒരു മനുഷ്യൻ ഓടി വന്നു. എവിടെ എൻ്റെ കുഞ്ഞ്, എവിടെ എവിടെ എൻ്റെ കുഞ്ഞ്? ആമേൻ. ആ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ ആ കുഞ്ഞ് ചാടി ആ മനുഷ്യൻ്റെ പുറത്തേക്ക് കയറി. അവർ രണ്ടുപേരും ഒത്തിരി നേരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആമേൻ ആ കുഞ്ഞിന് ആമേൻ സ്തോത്രം ആ പിതാവ് ആമേൻ ആ കുഞ്ഞിന് ഒത്തിരി ചുംബനങ്ങൾ നൽകി അവർക്ക് നന്ദി പറഞ്ഞ് ആ കുഞ്ഞിനെയും കൊണ്ടുപോയി. അവർ വളരെ സന്തോഷത്തോടെ ആയിരുന്നു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് ആമേൻ ഇവർ പിന്നെയും നിയമപാലകർ ആമേൻ റോന്തു ചുറ്റുമ്പോൾ, ഈ ആഘോഷത്തിനിടയിൽ കൂടെ നടക്കുമ്പോൾ ഈ കുഞ്ഞും ആമേൻ അതിൻ്റെ അപ്പനുമായിട്ട് നിൽക്കുന്നു. ആ കുഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. ആ കുഞ്ഞ് ആമേൻ എല്ലാം ആവശ്യപ്പെടുകയാണ്. മുട്ടായി വേണം, ബലൂൺ വേണം, വർണ്ണ കടലാസുകളിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന പലഹാരങ്ങൾ വേണം. ആ സന്തോഷത്തിനൊപ്പം ആ കുഞ്ഞ് തുള്ളിച്ചാടുകയാണ്. മൈക്കിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ ആ കുഞ്ഞ് തുള്ളിച്ചാടുന്നു. വെളിച്ചം കാണുമ്പോൾ ആ കുഞ്ഞ് തുള്ളിച്ചാടുന്നു. ഭയങ്കരമായ സന്തോഷം, ഭയങ്കരമായ സന്തോഷത്തോടെ ആ കുഞ്ഞ് ആയിരിക്കുകയാണ്. ആമേൻ. അപ്പോൾ ഈ നിയമപാലകർ ആമേൻ സ്തോത്രം പരസ്പരം പറഞ്ഞു, അതുകൊണ്ടടാ ഈ കുഞ്ഞിന് നമ്മൾ എന്തെല്ലാം കൊടുത്തതാ, എന്നിട്ടും ഇവനൊരു സന്തോഷമില്ലായിരുന്നല്ലോ, ഇവന് മുട്ടായി വേണ്ടായിരുന്നു, ഇവന് ആമേൻ സ്തോത്രം നമ്മൾ കൊടുത്ത മധുരപലഹാരങ്ങൾ വേണ്ടായിരുന്നു, ഒരു സന്തോഷങ്ങളും ഇവന് ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ അടുത്ത് നിന്ന് ആമേൻ മറ്റൊരു ആമേൻ സ്തോത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയമപാലകൻ പറഞ്ഞു, ആ കുഞ്ഞിന്റെ കൈ നീ ശ്രദ്ധിച്ചോ? ആമേൻ സ്തോത്രം. ഒപ്പമുള്ളവർ നോക്കി. ആ കുഞ്ഞിന്റെ കൈ ആ പിതാവിന്റെ കൈക്കുള്ളിലായിരുന്നു. ആ കുഞ്ഞിന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം ചുറ്റും കണ്ടതൊന്നുമല്ല, അവൻ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് അവന്റെ കൈ ആയിരുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ അപ്പന് എത്രമാത്രം സുരക്ഷിതത്വം നൽകുവാൻ കഴിയും എനിക്കറിയത്തില്ല. എന്നാൽ കേൾക്കണമേ, നിന്റെ കരം എൻ്റെ ദൈവത്തിന്റെ കൈക്കുള്ളിലാണെങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനും, ഈ ലോകത്തിൽ ഒരു ശത്രുവിനും, ഈ ലോകത്തിൽ ഒരു പ്രശ്നത്തിനും നിന്നെ തകർത്ത് കഴിയുവാൻ കഴിയാത്ത സുരക്ഷിതത്വം എൻ്റെ ദൈവത്തിന് തരുവാനായി കഴിയും. കരം നീട്ട്. ആ കരത്തെ പിടിക്കുവാൻ ഇന്ന് പകൽക്കാലം ഒരുവൻ നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നീ ആയിരിക്കുന്ന ആഴത്തിൽ നിന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയും, കുഴഞ്ഞ ചേറ്റ് എൻ്റെ നിലവിളി കേട്ട് അവൻ ഉയരത്തിൽ നിന്ന് കരം തന്നു. ആമേൻ. ഞാൻ പിന്നെയും താണു പോകാതിരിക്കുവാൻ വേണ്ടി, പിന്നെയും ഞാൻ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി, പിന്നെയും ഞാൻ ആഴത്തിലേക്ക് വീണു പോകാതിരിക്കുവാൻ വേണ്ടി, മുങ്ങി താഴുന്നതിനിടയിൽ തൊണ്ട പൊട്ടുമാറി വിളിച്ച പത്രോസിന് വേണ്ടി ആ കൈ ഒരു രാത്രിയിൽ നീട്ടപ്പെട്ടു. ആ കടലിന്റെ ഗലീല, കടലിന്റെ അഗാധതയിൽ പത്രോസ് അകാല ചരമം അടയാതിരിക്കുവാൻ വേണ്ടി. കേൾക്ക്, മരണം മാത്രം മുൻപിലെന്ന്, ഇനി നല്ലൊരു ജീവിതമില്ല എന്ന്, എല്ലാം ഇവിടെ ഈ സമയം അവസാനിച്ചു എന്ന് ചിന്തിച്ചു ഭാരപ്പോടെ ആയിരിക്കുന്ന സഹോദര സഹോദരി, കേൾക്ക്, നിനക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരും കരം തരുവാനില്ല എങ്കിലും ഉയരത്തിൽ നിന്ന് ഒരുത്തൻ കരം നീട്ടിത്തരും. നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മാറ്റും. ആമേൻ. ആ കുഞ്ഞ് തുള്ളി ചാടി സന്തോഷിച്ചതുപോലെ ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ സന്തോഷിക്കുവാൻ റെഡിയായിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായി സ്തോത്രം ശ്രദ്ധിക്കണമേ, വചനം പറയുന്നു ആമേൻ ആമേൻ എതിരുകൾ കീഴടങ്ങുന്നു. ആമേൻ ആമേൻ. ഹോരശ് എന്ന അഭിഷിക്തനോട്, ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനോട് ദൈവം പറയുകയാണ്, നിന്റെ എതിരുകൾ നിനക്ക് കീഴ്പ്പെടും, നിന്റെ എതിരുകൾ കീഴ്പ്പെടും. അഥവാ വിരോധമായി നിൽക്കുന്ന ശത്രുക്കൾ കീഴ്പ്പെടും. എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. അവർ ഹാമാനെ, അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു. ഹാമാൻ, മൊർദെഖായ്, എസ്തേർ. ആമേൻ. ഇങ്ങനെ ഈ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ ഇതിന് പിന്നിലെ ചരിത്ര സംഭവം ഓർമ്മയിൽ വരും. ഓർമ്മയിൽ വരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ ആമേൻ സ്തോത്രം, ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മൊർദെഖായ് എന്ന് പറയുന്ന യഹൂദനോട് അസൂയ കലർന്ന കോപം ഉണ്ടായി. വേദപുസ്തകം പറയുന്നു അവന് അസൂയ ഉണ്ടായി, കോപമുണ്ടായി. ഒരു അവസരം ഒത്തുവന്നപ്പോൾ അവനെ തൂക്കിക്കളയുവാൻ വേണ്ടി അന്ന് വരെ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഉയരമുള്ള 50 അടി ഉയരമുള്ള ഒരു കഴുമരം ഒരുക്കി ആ കഴുമരത്തിന്മേൽ ഇവനെ തൂക്കണം എന്ന് ആഗ്രഹിച്ച് അതിനായി തീരുമാനമെടുത്ത് ആ തീരുമാനം നടപ്പിലാക്കുന്നതിൻ്റെ സന്തോഷം തലേ ദിവസം രാത്രിയിൽ വിരുന്നു കൊടുത്ത് ആ സ്തോത്രം അത് ആഘോഷിച്ചിട്ട് ആ മനുഷ്യൻ കടന്നു വരുന്നു. എന്നാൽ വചനം പറയുന്നു സാഹചര്യങ്ങളെ ഒറ്റ രാത്രിയിൽ ദൈവം മാറ്റി. ആർക്കു വേണ്ടിയാണോ ഹാമാൻ കഴുമരം ഒരുക്കിയത് അതേ കഴുമരത്തിൽ ഹാമാന്റെ ആമേൻ സ്തോത്രം ഹാമാൻ തൂക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിലും
എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ദൈവത്തിൻ്റെ പൈതലാണോ? നിനക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന കഴുമരങ്ങളിൽ നീ തൂങ്ങിയാടത്തില്ല. നിനക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന പദ്ധതികളിൽ വാക്കുകൊണ്ടാകട്ടെ പ്രവൃത്തി കൊണ്ടാകട്ടെ നിന്നെ ദേശത്തിൽ പരസ്യക്കോലമാക്കി തീർക്കുമെന്ന്, നിന്നെ മറ്റു മനുഷ്യരുടെ മധ്യത്തിൽ തലകുനിപ്പിക്കുമെന്ന്, ആരുടെയും മുഖത്ത് നോക്കി തല നിവർത്തി നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ അപമാനിക്കപ്പെട്ട് ലജ്ജിക്കപ്പെട്ട് തലകുനിച്ച് നീ ആകുന്ന അവസ്ഥ നിനക്ക് സമ്മാനിക്കുമെന്ന്. അതേ സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി ഒപ്പമില്ലാത്ത നിന്നെയും നിന്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുവാൻ തക്കവണ്ണം അപവാദ കഥകൾ പറഞ്ഞ് റാധാരാശിഖാറത്തിന് പുറത്തിറങ്ങുവാൻ കഴിയാതെ, നാട്ടിലുള്ളവരെ വിളിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന ആമേൻ സ്തോത്രം ഉയർത്തപ്പെടുന്ന ചില ഹാമാന്യ മണ്ഡലങ്ങൾ ഇന്ന് ആമേൻ ആ ഹാമാന്യ എൻ്റെ ദൈവം തകർക്കുക. നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി നിനക്ക് വിരോധമായി അപവാദ കഥകൾ പറഞ്ഞ ചിലതിനെ എൻ്റെ ദൈവം ദേശത്തിൽ നിന്ന് തൂക്കി മാറ്റും. ഓ റാധാരാശിഖാറത്തിന് യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി അവന് വിരോധമായി നിൽക്കുന്ന ശത്രുവിനെ ദൈവം ആമേൻ സ്തോത്രം ഇളക്കി മാറ്റും. നോക്കൂ, മൂന്നാമത്തെ ദൂത് അവിടെ ഈ വിധത്തിൽ കാണുവാൻ കഴിയും. നിനക്ക് മുമ്പിൽ തുറക്കേണ്ട വാതിലുകൾ തുറന്നു വരും. ആമേൻ സ്തോത്രം. കോരശിനോട് ദൈവം പറയുക, കോരശേ, നിനക്ക് മുമ്പിൽ തുറക്കേണ്ട വാതിലുകൾ തുറന്നു വരും, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്നലകളിൽ അടഞ്ഞു പോയ വാതിലുകൾ ഇന്ന് തുറന്നു വരും. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തി പറയട്ടെ, ഇന്നലകളിൽ മനുഷ്യനും പിശാചും അടച്ചു കളഞ്ഞ വാതിലുകൾ, അടച്ചു കളഞ്ഞ വഴികൾ ഇന്ന് യേശുവിൻ നാമത്തിൽ തുറന്നു വരുവാൻ പോകും. യേശുവിൻ നാമത്തിൽ ആ വരുമാന മേഖലയുടെ വാതിലുകൾ ഇന്ന് കർത്താവ് തുറന്നു തരുവാൻ പോകുക. നിന്നെ കടക്കാരനാക്കിയ, നിന്നെ കടക്കാരിയാക്കിയ, ആരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചോദിച്ചു വാങ്ങുന്നവനാക്കി മാറ്റിയ, വായ്പ വാങ്ങുന്നവനാക്കി മാറ്റിയ, നിന്നെ വായ്പ കൊടുക്കുന്നവനാക്കി മാറ്റുവാൻ യേശുവിൻ നാമത്തിൽ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് വായ്പ വാങ്ങുന്നവനിൽ നിന്ന് വായ്പ ആമേൻ വാങ്ങുന്നവനിൽ നിന്ന് വായ്പ കൊടുക്കുന്നവനാക്കി നിന്നെ മാറ്റുവാൻ തക്കവണ്ണം റാധാരാശിയാറധരെ ശംധാർഗന ശത്രു എന്നോ അടച്ചു കളഞ്ഞ വാതിലുകളെ എൻ്റെ ദൈവം തുറന്നു തരിക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കരം ഇനി വായ്പ വാങ്ങുവാൻ നീട്ടത്തില്ല, നിന്റെ കരം ഇനി കടം വാങ്ങുവാൻ നീട്ടത്തില്ല, നിന്റെ കരം ഇനി മറ്റു മനുഷ്യരുടെ മുമ്പിൽ സഹായത്തിനായി നീട്ടത്തില്ല. അതേ കേൾക്ക്, ശത്രു അടച്ചു കളഞ്ഞ വാതിലുകളെ എൻ്റെ ദൈവം തുറന്നു തരിക. ശത്രു എന്നോ അടച്ചു കളഞ്ഞ വാതിലുകളെ, മനുഷ്യർ അടച്ചു കളഞ്ഞ വാതിലുകളെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടും നിന്റെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി നീ പറയാത്തതും ചെയ്യാത്തതും പറഞ്ഞ് നിനക്ക് വിരോധമായി ചെയ്തു കൂട്ടിയതിനെ മുൻപിൽ കണ്ട് ഓ റാധാരാശിഖാറധരെ ശംധാരകന നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുന്നു. കേൾക്ക്, എന്റെ കർത്താവ് ചിലതിനെ തുറന്നു തരിക, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ. ഓ റാധാരാശിയാറധരെ ശംധാരകന യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നന്ദി കർത്താവ്. എന്റെ കർത്താവ് വലങ്കരം പിടിച്ചിരിക്കുക. എന്തിനെന്നോ, ഇനി നിനക്ക് മുമ്പിൽ ചിലത് അടഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി. ആവർത്തിച്ച് പറയട്ടെ, ആമേൻ സ്തോത്രം. ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വം അവന്റെ അപ്പന്റെ ബലമുള്ള കരങ്ങൾക്കകത്ത്. ഇതിനകത്തായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ പിതാവിന്റെ കരങ്ങൾക്കുള്ളിൽ മാത്രമാണ്. ഈ ലോകം നിങ്ങൾക്ക് സുരക്ഷിതത്വം തരത്തില്ല, ഈ ലോകത്തിലെ സമ്പത്ത് നിങ്ങൾക്ക് സുരക്ഷിതത്വം തരത്തില്ല, ഈ ലോകത്തിലെ കൂട്ടുകെട്ട് നിങ്ങൾക്ക് സുരക്ഷിതത്വം തരത്തില്ല, ഈ ലോകത്തിലെ ബന്ധങ്ങൾ നിങ്ങൾക്ക് സുരക്ഷിതത്വം തരത്തില്ല. നീ നിന്റെ അപ്പന്റെ കരങ്ങൾക്കുള്ളിൽ നിന്റെ കരം ചേർത്ത് വെച്ചിട്ടുണ്ടോ, അന്ന് വരെയും നീ സുരക്ഷിതനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒന്നാമത്തെ വാക്യത്തിൽ വ്യക്തമായത് പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം. രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും കതകുകൾ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ വലങ്കയിൽ നിന്റെ കരമുണ്ടെങ്കിൽ വാതിൽ അടയത്തില്ല. ആമേൻ. ഇന്നലകളിൽ അടഞ്ഞ വാതിൽ അടയത്തില്ല. ഇന്നലകളിൽ തളർന്ന് നീ മടുത്ത് വന്നതുപോലെ നീ തളർന്ന് മടുത്ത് മടങ്ങി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ദൈവം വലങ്കരം പിടിച്ചിരിക്കുന്നത് കൊണ്ട് സന്തോഷത്തിന്റെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറന്നു തരും. അനുഗ്രഹത്തിന്റെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറന്നു വരും. നന്മയുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറന്നു വരും. സൗഖ്യത്തിന്റെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറന്നു വരും. നിന്ന മാറിപ്പോകുന്ന, അപമാനം മാറിപ്പോകുന്ന, വ്യസന കാരണമായി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വ്യസനിക്കപ്പെട്ട് തലകുനിയുവാൻ ഇടയായി തീർന്ന വിധം അടഞ്ഞുപോയ വാതിലുകളെ നസ്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ.
സ്തോത്രം. ആമേൻ. നോക്കൂ, ആമേൻ, നാലാമതായി ആ ഭാഗത്ത് ഇങ്ങനെ ഒരു ആലോചന കൂടെ കാണുവാനായിട്ട് കഴിയും. ദുർഘടങ്ങളെ നിരപ്പാക്കും, തടസ്സങ്ങളെ നീക്കും. ദൈവം കൂടിയിരിക്കുന്നത് കൊണ്ട് ദുർഘടങ്ങൾ നിരപ്പാകും, തടസ്സങ്ങൾ നീങ്ങിപ്പോകും. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, ആമേൻ, മഹാപർവ്വതമേ, ആമേൻ, നീ ആർ? ദൈവത്തിന്റെ ചോദ്യമാ. ആമേൻ, നീ ആർ? എന്റെ ഭക്തന് വിരോധമായി നിൽക്കുന്ന നീ ആർ? എന്റെ ഭക്തന്റെ വഴി മുടക്കുന്ന നീ ആർ? എന്റെ ഭക്തന് തടസ്സമായി നിൽക്കുന്ന നീ ആർ? എന്റെ ഭക്തനെ കരയിപ്പിക്കുന്ന നീ ആർ? എന്റെ മകനെ വേദനിപ്പിക്കുന്ന നീ ആർ? എന്റെ മകളുടെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്ന നീ ആർ? നിനക്ക് വേണ്ടി ആരും ചോദിക്കുവാനില്ലെങ്കിലും, നിനക്ക് വേണ്ടി ആരും പറയുവാനില്ലെങ്കിലും, കേൾക്ക്, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടവരോട് സംസാരിക്കും. വഴിമുടക്കി നിൽക്കുന്നവരോട് സംസാരിക്കും. വിരോധമായി നിൽക്കുന്നവരോട് സംസാരിക്കും. ആമേൻ. നിനക്ക് വിരോധമായി നിന്റെ നന്മകളുടെ അനുഭവങ്ങളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തികളോട് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. ദൈവം ചോദിക്കുക, സെരുബാബേലിന് മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ? വചനം പറയുന്നു, നീ സമഭൂമിയായി മാറും, നീ തറമട്ടമായി മാറും. ആകാശം മുട്ടെ ഉയർന്നു നിന്നാലും, ആമേൻ, ശക്തി കൊണ്ടും ബലം കൊണ്ടും, ആമേൻ, വലിപ്പം കൊണ്ടും നിനക്ക് മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ആകാശം മുട്ട ഉയർന്നു നിന്നാലും, ഇന്ന് പകലും എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, അതിനെ തറമട്ടമാക്കുന്ന ഒരു ദൈവം ഈ പകൽക്കാലം നിനക്ക് മധ്യത്തിലുണ്ട്. നിന്റെ ശത്രുവിനെ തറമധ്യമാക്കുന്ന, നിന്റെ ശത്രുവിനെ തറമട്ടമാക്കുന്ന, ഉയർന്നു നിൽക്കുന്ന, നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും സൃഷ്ടിക്കുന്ന നിന്റെ ശത്രുവിൻ യേശുവിൻ നാമത്തിൽ നിന്റെ ശത്രുവിനെ തറമട്ടമാക്കുന്നവര്, ആമേൻ, ദൈവം ഈ പകലിലും നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ആ ശത്രു, ആമേൻ, അവൻ തറമട്ടമായി തീരും. ആ പ്രതിസന്ധി, ആ പ്രതികൂലം, ആ വെല്ലുവിളി നിന്റെ മുൻപോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തെ കഠിനമാക്കി തീർക്കുന്ന, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തെ കണ്ണുനീരിലാക്കി തീർക്കുന്ന ആ ശത്രുവിനെ തറമട്ടമാക്കി മാറ്റുന്ന ഒരു ദൈവം ഈ പകലിലും നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. സഹോദരി, സഹോദര, കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, ഭയപ്പെടേണ്ട. കേൾക്ക്, നിങ്ങളുടെ കരം പിടിച്ചിട്ടുള്ളവൻ അവൻ കൂടെ ഉള്ളത് കൊണ്ട്, ആമേൻ, ആ പ്രതിസന്ധി, ആ പ്രതികൂലം, ആ വെല്ലുവിളി അത് തറമട്ടമായി യേശുവിൻ നാമത്തിൽ തടസ്സമായി നിൽക്കുന്ന മഹാപർവ്വതങ്ങൾ, തടസ്സമായി നിൽക്കുന്ന വാക്കുകൾ, തടസ്സമായി നിൽക്കുന്ന ചില വെല്ലുവിളികൾ, ആമേൻ, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ചില തടസ്സങ്ങൾ കണ്ണിന് കാണുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതീക്ഷയോടെ ഇറങ്ങുന്നുണ്ട്. ആമേൻ. പക്ഷെ എല്ലാം തടസ്സമാണ്. ഏത് വഴിയിൽ ഇറങ്ങിയാലും തടസ്സമാണ്. നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ, അടുത്തൊരു കാൽവെപ്പിന് വേണ്ടി ശ്രമിച്ചാൽ, നല്ലതെന്തെങ്കിലും ജീവിതത്തിൽ നേടുവാൻ വേണ്ടി ശ്രമിച്ചാൽ, അദൃശ്യമായൊരു തടസ്സം, വാക്കിനാൽ ഉരുവാക്കപ്പെട്ട, പിശാചിനെ സ്വാധീനിച്ച് പിശാചിന്റെ ഇഷ്ടങ്ങളാൽ ഉരുവാക്കപ്പെട്ട, മന്ത്രവാദങ്ങളാൽ, ആഭിചാരങ്ങളാൽ കെട്ടി ഉയർത്തപ്പെട്ട ചില തടസ്സങ്ങളെ തച്ച് തകർത്ത് സമഭൂമിയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് പകലിൽ വെളിപ്പെടുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. വലങ്കരം പിടിച്ചിരിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉയർന്നു നിൽക്കുന്ന, ഇന്നലകളിൽ നിന്നെ ഭാരപ്പെടുത്തിയ, ഇന്നലകളിൽ നിന്നെ നിരാശപ്പെടുത്തിയ ഒരു വെല്ലുവിളിക്കും, ആമേൻ, നിനക്ക് മുമ്പിൽ ഇനി വഴിമുടക്കി നിൽക്കുവാൻ കഴിയത്തേയില്ല. നിന്റെ അനുഗ്രഹങ്ങളെ വഴിമുടക്കി നിൽക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നിന്റെ ആത്മീയ ജീവിതത്തിന് വഴിമുടക്കി നിൽക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല, ഒരു മനുഷ്യനും കഴിയത്തില്ല. നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സം നിൽക്കുവാൻ ഒരു പിശാചിനും ഒരു മനുഷ്യനും കഴിയത്തില്ല. വചനം പറയുന്നു, ആമേൻ, പത്രോസേ, നീ പാറയാകുന്നു, നിന്റെ മേൽ ഞാൻ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത വിധത്തിൽ, പാതാള ഗോപുരങ്ങൾക്ക് തട്ടി തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ, പാതാള ഗോപുരങ്ങൾക്ക് വഴിമുടക്കുവാൻ കഴിയാത്ത വിധത്തിൽ, പത്രോസേ, നിന്നെ പണിതുയർത്തുന്ന ഒരു ദൈവമുണ്ട്. തകർച്ച കണ്ട അതേ സ്ഥാനത്ത്, പരാജയം കണ്ട അതേ സ്ഥാനത്ത് എന്റെ ദൈവം നിശ്ചയമായും നിന്നെ, ആമേൻ, സ്തോത്രം, പണിതുയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ.
സ്തോത്രം. നോക്കണമേ, ആമേൻ. ദൈവം കൂടെയുള്ള സാധ്യതകളെ കുറിച്ച് പിന്നെ ഈ വേദപുസ്തകം ഈ വിധത്തിൽ പറയുന്നു: ദൈവം കൂടെയുള്ളത് കൊണ്ട് അവനുമായി ഒരു കൂട്ടായ്മ സാധ്യമാണ്. ആമേൻ. ഒരു പ്രിയപ്പെട്ടവനോട്, ഒരു പ്രിയനോട് സംസാരിക്കുന്നത് പോലെ, ഒരു ബന്ധുവിനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാനേ കഴിയും. എത്ര ഭാഗ്യകരമായ പദവിയാണ്. ആമേൻ. നമ്മുടെ ശബ്ദം ദൈവം കേൾക്കുവാൻ വേണ്ടി നമ്മൾ കവിൾ തുളച്ച് ശൂലം കയറ്റേണ്ട കാര്യമില്ല. ആമേൻ. നമ്മുടെ ശബ്ദം ദൈവം കേൾക്കുവാൻ വേണ്ടി നമ്മൾ എരിയുന്ന തീക്കനലിൽ കൂടെ ചവിട്ടി നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശബ്ദം ദൈവം കേൾക്കുവാൻ വേണ്ടി, ആമേൻ, എടുക്കുവാൻ പറ്റാത്ത ചുമടും വെച്ചുകൊണ്ട് ഏതെങ്കിലും കുന്നിന്റെ മണ്ടയിൽ നമ്മൾ കയറി പോകേണ്ട കാര്യമില്ല. ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നീ എവിടെ സംസാരിക്കുവാൻ വായി തുറക്കുന്നുവോ നിന്റെ ശബ്ദം അവിടെ എൻ്റെ ദൈവം കേൾക്കും. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. എത്ര ഭാഗ്യകരമായ അനുഭവമുള്ള ജനം. ആമേൻ. വേറെ ആർക്ക് പറയുവാൻ കഴിയും? എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവൻ സ്വർഗാദി സ്വർഗങ്ങളിൽ ഇരിക്കുന്നില്ല. അവൻ മനുഷ്യൻ കൈപ്പണിയായി നിർമ്മിച്ച ആലയങ്ങളിൽ വസിക്കുന്നില്ല. അവൻ നീ എന്ന ആലയത്തിൽ വസിക്കുന്നു, ഞാൻ എന്ന ആലയത്തിൽ വസിക്കുന്നു. ആ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. വചനം പറയുന്നു, അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു കൊടുത്താൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ എൻ്റെ യേശുവിന് വേണ്ടി ഇന്ന് പകൽക്കാലം തുറന്നു കൊടുത്താൽ, എൻ്റെ യേശു നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരും. നിങ്ങളുടെ ഇല്ലായ്മയുടെ വറുതിയുടെ ആ അത്താഴമേശയിൽ നിങ്ങൾക്കൊപ്പം ഇരുന്ന് എൻ്റെ യേശു ആഹാരം കഴിക്കാം. രാത്രികളിൽ ഒറ്റപ്പെട്ടു പോയ ആരോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കേൾക്ക്, രാത്രിയിൽ നീ ഒറ്റയ്ക്കല്ല. മകനെ, മകളെ എന്ന് വിളിക്കുന്ന ശബ്ദം, അരുമനാഥന്റെ ശബ്ദം ഇന്നു മുതൽ നീ കേൾക്കുവാൻ പോകുക. നിന്റെ രാത്രികളിലെ ഏകാന്തതയ്ക്ക്, നിന്റെ മുറിക്കകത്തെ ഒറ്റപ്പെടലിന് എൻ്റെ യേശു ഇന്ന് ഈ പകൽക്കാലം അറുതി വരുത്തുക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മോട് കൂടിയിരിക്കുന്നത് കൊണ്ട് ദൈവവുമായ ഒരു കൂട്ടായ്മ. ആമേൻ. സ്തോത്രം. നോക്കണമേ, നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എത്ര ശ്രദ്ധിച്ച്, എത്ര ചിന്തിച്ച്, എത്ര ആലോചിച്ച് ഒരു കാര്യം ചെയ്താലും 90% അത് പരാജയത്തിലേക്ക് വീണു പോകുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശ്രമങ്ങൾ, നമ്മുടെ അനുഭവങ്ങളൊക്കെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് പഴകിയതായി നമ്മൾ പരാജയത്തിലേക്ക് വീണു പോകുവാൻ ഇടയായിത്തീരും. എന്നാൽ വചനം പറയുന്നു, ഇന്നലകളെ അറിയുന്ന, ഇന്നിൽ ജീവിക്കുന്ന, നാളെ അറിയുന്ന ദൈവം, ആദ്യനും അന്ത്യനുമായ ദൈവം, അവൻ നമ്മോട് കൂടിരുന്ന് ദൃഷ്ടി വെച്ച് ഉപദേശിച്ച് ആലോചന പറഞ്ഞ് നമ്മെ വഴി നടത്തും. സങ്കീർത്തനം 32:8. അതെ, നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവം കൂട്ടായ്മയുടെ അനുഭവത്തിൽ നമ്മോടൊപ്പം ഇരിക്കും. പരാജയപ്പെട്ട് ഇന്നലകളിലെ പോലെ വീണു പോകാതെ നമ്മോടൊപ്പം ഇരുന്ന് അവൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് ഉപദേശിച്ച് വഴി നടത്തും. ഓ രാധാരാശിഖ ഹൃദയ ശന്ധാരകന. ഒത്തിരി തീരുമാനങ്ങൾ തെറ്റിപ്പോയി, ഒത്തിരി വഴികളിലേക്ക് ഇറങ്ങി നടന്നു. നന്മയായി തീരുമെന്ന് പ്രതീക്ഷിച്ചു, പലതും പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്ന് കരുതി. എന്നാൽ പ്രാപിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ട് തലകുനിച്ച് മടങ്ങി വന്ന് ഭവനങ്ങൾക്കകത്തായിരിക്കുന്ന സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ കരയുന്നുണ്ട്. നിന്റെ ഒത്തിരി ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയി. ഒത്തിരി തവണ ശ്രമിച്ചു, നീ പരാജയപ്പെട്ടു. ഇനി എന്തിനു മുൻപോട്ട് പോകണമെന്ന് ചിന്തിച്ച് തളർന്നായിരിക്കുന്നുവോ? കേൾക്ക്, നിനക്ക് വേണ്ടി ദൃഷ്ടി വെച്ച്, ആമേൻ, നിന്റെ കണ്ണെത്താത്ത സ്ഥാനത്തെ കണ്ട്, ഓ രാധരേ ശന്ധാരകന, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാ പരാജയപ്പെട്ടു പോകുന്നത്? നിന്റെ കണ്ണിന് പരിമിതിയുണ്ട്. ആമേൻ. നിന്റെ കണ്ണെത്തുന്ന കാഴ്ചയ്ക്ക് ഒരു പരിമിതിയുണ്ട്. അപ്പുറം എന്തെന്നറിയത്തില്ല, മതിലിനപ്പുറം എന്തെന്നറിയത്തില്ല, വളവിനപ്പുറം എന്തെന്നറിയത്തില്ല. മുമ്പിൽ നിൽക്കുന്നവന്റെ ഹൃദയം എന്തിനു വേണ്ടി തുടിക്കുന്നു, അവന്റെ ചിന്തയിൽ എന്ത് ദുരുപായം ആലോചിക്കപ്പെടുന്നു എന്ന് നിനക്കറിയത്തില്ല, എനിക്കും അറിയത്തില്ല. എന്നാൽ സകലത്തെയും കാണുന്ന വചനം പറയുന്നു, അവന്റെ കണ്ണുകൾ അഗ്നി ജ്വാലയ്ക്കൊത്ത വണ്ണമുള്ളതത്രേ. ആമേൻ. അവന്റെ കണ്ണിനെ മറച്ച് ഈ ലോകത്തിൽ ഒന്നുമില്ല. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയവൻ നിനക്ക് വേണ്ടി കാണും. ആമേൻ. നിനക്ക് കാണുവാൻ കഴിയാത്തതിനെ എൻ്റെ ദൈവം കാണും. നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ നിനക്ക് കാണുവാൻ കഴിയാത്തതിനെ എൻ്റെ ദൈവം കാണും. നിനക്ക് വിരോധമായി പതിയിരിക്കുന്ന ശത്രുക്കളെ എൻ്റെ ദൈവം കാണും. നിന്നെ തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്ന ദുഷ്ട മനുഷ്യരെ എൻ്റെ ദൈവം കാണും. മുൻപിൽ നിന്ന് ചിരിച്ച് പിന്തിരിഞ്ഞു നിന്ന് നിന്നെ തകർക്കുവാൻ തക്കവണ്ണം നാവ് കൊണ്ട് ആയുധങ്ങൾ എയ്യുന്ന അണലി സർപ്പത്തെ പോലെ വിഷം ചീന്തുന്ന ദുഷ്ട മനുഷ്യരെ, അവരുടെ പദ്ധതികളെ, നിന്റെ കണ്ണെത്താത്ത അവരുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ എൻ്റെ ദൈവം കാണും. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അനേകർ തകർന്നു പോകുന്നത്, ആമേൻ, ഹല്ലേലൂയ, കണ്ണിന് കാണുവാൻ കഴിയാത്ത ശത്രുവിന് മുൻപിൽ അത്രേ.
കണ്ണിന് കാണുവാൻ കഴിയാത്ത ശത്രുവിൻ്റെ പദ്ധതികളുടെ മുൻപിലത്രേ മുഖത്ത് നോക്കി ചിരിക്കുകയും തിരിഞ്ഞു നിന്ന് ആമേൻ തകർക്കുവാൻ ആയുധം ഒരുക്കുകയും ചെയ്യുന്നവരുടെ മധ്യത്തിലത്രേ. എന്നാൽ കേൾക്കണമേ, നീ ദൈവത്തിനോടൊപ്പമാണെങ്കിൽ, അഥവാ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കണ്ണെത്താത്തടം എൻ്റെ ദൈവത്തിൻ്റെ കണ്ണെത്തും. ആമേൻ. നിന്റെ കണ്ണെത്താത്തിടത്ത് എൻ്റെ ദൈവത്തിൻ്റെ കണ്ണെത്തും. ആമേൻ. ചില സ്ഥാനങ്ങൾ ഒരുപക്ഷെ നീ കണ്ണടച്ചു കളയും. ആമേൻ. നോക്കൂ, വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു മകനെ, ഒരു അപ്പനെ, ഒരു സഹോദരനെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഒരു മകനെ, ആമേൻ, സ്തോത്രം, ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ എന്നാണ് ആ മകന്റെ പേർ. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ എന്നാണ് ആ അപ്പന്റെ പേർ. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ എന്നാണ് ആ പിതാവിന്റെ പേർ. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ എന്നാണ് ആ സഹോദരന്റെ പേർ. ആമേൻ, സ്തോത്രം. നോക്കൂ, യേശുവിന്റെ കണ്ണ് അവനെ കാണുമ്പോൾ അവനെ കാണുവാൻ തക്ക ഒരു കണ്ണും അവിടെ ഇല്ല. ഞാൻ വിചാരിക്കുന്നു ഒരുപാട് കണ്ട് അവസാനം അവന്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളും സഹോദരങ്ങളും ഒക്കെ കണ്ണ് മുറുക്കി അടച്ച് കാണണം. ഇനി ഇങ്ങനെ ഈ നശിച്ച ജീവിതം കാണണ്ട, ഇനി ഇങ്ങനെ ഈ നരക ജീവിതം കാണണ്ട, ഇനി ഇങ്ങനെ ഈ കഷ്ടത നിറഞ്ഞ ജീവിതം കാണണ്ട. കേൾക്ക്, നീ കണ്ണും ഇറുക്കി അടച്ചാൽ, നീ കാണണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്നാലും നിനക്ക് വേണ്ടി കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന അവസ്ഥ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിന് കാരണമാകും വിധം നിന്റെ പ്രിയപ്പെട്ടവർ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണെത്താത്തിടത്ത് നിനക്ക് വേണ്ടി കാണുന്ന ഒരു ദൈവമുണ്ട്. ആ കാഴ്ച, ആമേൻ, ആമേൻ, പെട്ടുപോയ ചിലതിനെ ചില ഇടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ. ചില ദേശങ്ങളുടെ പേരോടുകൂടി അറിയപ്പെടുന്നവരെ ഈ പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. ആമേൻ, സ്തോത്രം. ചില ദേശങ്ങളുടെ പേരോടുകൂടി അറിയപ്പെടുന്ന ചിലതിനെ എൻ്റെ ദൈവത്തിന്റെ കണ്ണ് കണ്ട് പുറത്തു കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. നമ്മൾ കാണാത്തതിനെ എൻ്റെ ദൈവത്തിന്റെ കണ്ണ് കാണും. ആമേൻ. പത്രോസ് കാണുന്നില്ല. പകൽ മുഴുവനും വീശി കടലിലെ തിരയുടെ ഇളക്കം കണ്ടാൽ നല്ലൊരു മത്സ്യബന്ധന തൊഴിലാളിക്ക് അറിയാം എവിടെ മീനുണ്ട്, എവിടെ മീനില്ല. അവന്റെ അറിവ് അഫലമായി തീർന്നു. അവന്റെ കണ്ണ് അവന് നല്ലത് കാണിച്ചു കൊടുത്തില്ല. പക്ഷേ യേശു പത്രോസിന് വേണ്ടി കണ്ടു. കടലാഴത്തിൽ വലകീറുമാർ നിറയ്ക്കുന്ന സമ്പത്തിനെ യേശു പത്രോസിന് വേണ്ടി കണ്ടു. ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. അവൻ നീ നോക്കി കണ്ടെത്തുവാൻ കഴിയാത്ത, നീ ഒത്തിരി വീശിയിട്ട് നിന്റെ വലയ്ക്കകത്ത് കയറാത്ത ആ സമ്പത്ത് നിനക്ക് വേണ്ടി കാണുന്ന ഒരു ദൈവം യേശുവിൻ നാമത്തിൽ ആ ദൈവം നിന്നോട് കൂടെയുണ്ട്. 2025 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ച് പറയട്ടെ, 2025 ചില വർഷങ്ങളായി നീ ശ്രമിച്ചിട്ട് കണ്ടെത്തുവാൻ കഴിയാത്ത ആ മഹാസമ്പത്തിന്റെ അനുഭവത്തിലേക്ക്, ആ നിറവിന്റെ അനുഭവത്തിലേക്ക് വലകീറുമാർ, പടക് മുങ്ങുമാർ, ഒത്തിരി പേര് സഹായത്തിന് വിളിക്കുമാർ നിന്റെ ജീവിതത്തെ മാറ്റുന്ന അനുഭവത്തിലേക്ക് എന്റെ യേശുവിന്റെ കണ്ണെത്തിയിട്ടുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ എന്റെ യേശുവിന്റെ കണ്ണ് നിന്റെ ജീവിതത്തെ മാറ്റുന്ന അനുഭവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ പറയും, അതെ, ഞാൻ കാണാത്തത് എന്റെ യേശു എനിക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. ആ വൈകുന്നേരം പത്രോസ് കാണാത്തത് യേശു കണ്ടതുപോലെ, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ ഞാനായിരിക്കുമ്പോൾ, ആമേൻ, ഇന്ന് പകൽ ഞാനായിരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് കാണുവാൻ കഴിയാത്തത്, ഞാനായിരിക്കുന്ന രാജ്യത്ത് എനിക്ക് കാണുവാൻ കഴിയാത്തത്, ഞാനായിരിക്കുന്ന തൊഴിലിടത്തിൽ എനിക്ക് കാണുവാൻ കഴിയാത്തത് എന്റെ യേശു എനിക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. എന്റെ യേശു എനിക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. അവൻ കാണും. അവൻ ആലോചന പറഞ്ഞ് വഴി നടത്ത്. എന്റെ ദൈവം ആലോചന പറഞ്ഞ് വഴി നടത്തും. കേൾക്കണമേ, അനേകർ നിങ്ങളെ വഴി നടത്തിയിട്ടുണ്ട്. ചിലർ കുരുടന്മാരായിരുന്നു. കുരുടന്മാർ വഴികാട്ടികളായ കുരുടന്മാർ, അവരും വീണു, നമ്മളും വീണു. ചിലർ നമുക്ക് മുമ്പിൽ, ആമേൻ, സ്തോത്രം, കള്ള വഴി കാട്ടിയവരുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മെ തെറ്റായ വഴിയിൽ നടത്തിയവരുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മെ വിറ്റ് കളഞ്ഞവരുണ്ട്. കേൾക്കണമേ, ആമേൻ, തകർന്നു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ആലോചനകളുടെ സ്ഥാനത്ത് എന്റെ ദൈവം ഇപ്പോൾ മുതൽ നിന്നോട് സംസാരിച്ചു തുടങ്ങും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് കാതുകൊണ്ട് എന്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, എനിക്ക് സന്തോഷമായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. പ്രിയ മകനെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്. എനിക്ക് ലോകത്തിന്റെ ശബ്ദം കേൾക്കണ്ട, എനിക്ക് എന്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. എനിക്ക് എന്റെ ലോകത്തിന്റെ ആലോചന വേണ്ട, എനിക്ക് ഇന്റർനെറ്റിൽ നിന്ന് തരുന്ന ആലോചന വേണ്ട, എനിക്ക് ലോകപ്രകാരം കിട്ടുന്ന ആലോചന വേണ്ട, എനിക്ക് ലോക മനുഷ്യന്റെ ആലോചന വേണ്ട, എനിക്ക് എന്റെ ദൈവത്തിന്റെ ആലോചന വേണം. സഹോദരി, പ്രാർത്ഥിക്ക്. ദൈവം നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുവാൻ പോകുക. ആ രാജ്യത്ത് നീ ഇനിയും തുടരുവാൻ, ആ വാഗ്ദത്തം നീ പ്രാപിക്കുവാൻ, നിന്റെ നന്മ നിന്റേതായി തന്നെ തുടരുവാൻ തൊക്കെ വേണം. മനുഷ്യന് പറഞ്ഞു തരുവാൻ കഴിയാത്ത ആലോചന. ഹല്ലേലൂയ.
താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. എൻ്റെ ദൈവം ആലോചന പറഞ്ഞു തരും, നടക്കേണ്ടുന്ന വഴിയെ എൻ്റെ ദൈവം നടത്തും. ഇനിയും മുടന്തി നടക്കുവാൻ എല്ലാവരും ഒരുപാട് ദൂരെയായി. ആമേൻ. എല്ലാവരും ഒത്തിരി മുമ്പിലായി. ആമേൻ. കേൾക്ക്. ആമേൻ. ഒത്തിരി പേർ കൂടെ നടന്നവരൊക്കെ ഒത്തിരി മുമ്പിലായി, പിന്നാലെ വന്നവരൊക്കെ ഒത്തിരി മുമ്പിലായി. പലപ്പോഴും രാത്രികളിൽ സ്വയം ചിന്തിച്ച് വിലപിക്കുന്നുണ്ട്, അയ്യോ എനിക്കൊരിടത്തും എത്തുവാൻ കഴിഞ്ഞില്ല, അയ്യോ എനിക്കൊന്നുമാകി തീരുവാൻ കഴിഞ്ഞില്ല, ഞാനിപ്പോഴും മൊണ്ടിയും മുടന്തിയും ഞാനിപ്പോഴും നടക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും ഞാൻ വീണും കരഞ്ഞും കിതച്ചും ഞാൻ ഭാരത്തോടെ ആയിരിക്കുന്നുവല്ലോ. കേൾക്ക്. നീ വിത്ത് ചുമന്ന് ഒരുപാട് കരഞ്ഞതാ. ആമേൻ. നീ കൊയ്തെടുത്ത് ആമേൻ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുക. നീ കരഞ്ഞ കരച്ചിലുകൾക്ക്, നീ മുടന്തി കരഞ്ഞ കരച്ചിലുകൾക്ക്, നീ നിരാശയോടെ വേദനയോടെ നടന്ന നടത്തത്തിന് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ വഴുതി വീഴാതെ, ആമേൻ സ്തോത്രം, വഴുതി വീഴാതെ വീണു പോകാതെ വഴി നടത്തുന്ന ഒരു കർത്താവ് ഇന്ന് പകലിലും നിങ്ങൾക്കൊപ്പമുണ്ട്. ദൈവവുമായുള്ളൊരു കൂട്ടായ്മ സാധ്യമാകുന്നു. സർവശക്തനായ ദൈവം, അതെ, ആ ദൈവം നമ്മോട് കൂടിയിരിക്കും. അവൻ ദൈവവുമായൊരു കൂട്ടായ്മ സാധ്യമാക്കി തീർക്കുന്നു. നോക്കൂ, ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് വേദപുസ്തകം അടുത്ത സാധ്യത ആരായുമ്പോൾ കാണിച്ചു തരുന്നു. ആമേൻ. മരണത്തിൽ നിന്ന് വിടുതൽ നൽകുന്നു. സങ്കീർത്തനം 23:4 കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. കൂരിരുൾ താഴ്വര, ആ ട്രാൻസ്ലേഷൻ ഏതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ ആമേൻ വാലി ഓഫ് ഡെത്ത് എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അഥവാ മരണ നിഴലിൻ്റെ താഴ്വര, മരണ നിഴലിൻ്റെ താഴ്വര. ആ മരണ നിഴലിൻ്റെ താഴ്വരയിലും കൂടിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് നീ പറയുന്ന താഴ്വരയിലും ദൈവം കൂടിയിരിക്കും. താഴ്വര എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ സമൃദ്ധിയായിരിക്കാം നമ്മുടെ മുൻപിൽ വന്നു നിറയുന്നത്, സന്തോഷങ്ങളായിരിക്കാം നമ്മുടെ മുമ്പിൽ വന്നു നിറയുന്നത്, അനുഗ്രഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായിരിക്കാം നമ്മുടെ മുമ്പിൽ വന്നു നിറയുന്നത്. എന്നാൽ കേൾക്കണമേ, അനുഗ്രഹമല്ലാത്ത ഞെരുക്കമുള്ള വേദനയും നിരാശയും നിറഞ്ഞ മരണ നിഴലിൻ്റെ താഴ്വരയിലും, മരണം മൂടി നിൽക്കുന്ന താഴ്വരയിലും ദൈവം നമ്മോട് കൂടിയിരിക്കും. ദൈവം നമ്മോട് കൂടിയിരിക്കും. ആ ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് ഈ വിധത്തിൽ പറയും. ആമേൻ. എൻ്റെ ദൈവം സിംഹത്തിൻ്റെ വായിൻ്റെ മരണത്തിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം എന്നോട് കൂടിരുന്നു. കരടിയുടെ ക്രൗര്യതയിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം എന്നോട് കൂടിരുന്നു. ഗോലിയാത്തിന്റെ വാളിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം എന്നോട് കൂടിരുന്നു. ശൗലിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ഫെലിസ്ത്യന്റെ ക്രൗര്യതയിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എന്നോട് കൂടിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, എൻ്റെ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. വായ് പിളർത്തി നിൽക്കുന്ന സിംഹങ്ങൾക്ക് കടിച്ചു കീറി ആഹാരമാക്കുവാൻ ഇട വരാത്ത വിധത്തിൽ എൻ്റെ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. മുൻപിൽ മരണമാണോ, രോഗമാണോ, മരണത്തിന് കാരണമായി നീ ഭയപ്പെടുന്നത്, കേൾക്ക്. ആ മരണത്തിൽ നീ വീണുപോകാതെ എൻ്റെ ദൈവം നിന്നോട് കൂടിയിരിക്കും. പ്രതിസന്ധികളാണോ, മനുഷ്യനും പിശാചും ഉയർത്തുന്ന വെല്ലുവിളികളാണോ മരണത്തിന് കാരണമായി നിനക്ക് മുൻപിലുള്ളത്, കേൾക്കണമേ, എൻ്റെ ദൈവം നിന്നോട് കൂടിയിരിക്കും. അധികാരികളുടെ കഠിന വാക്കുകളാണോ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയും വിഘ്നങ്ങളും സൃഷ്ടിക്കുന്നത്, കേൾക്ക്. എൻ്റെ ദൈവം ദാവീദിനോട് കൂടിയിരുന്നത് പോലെ എൻ്റെ ദൈവം നിന്നോട് കൂടിയിരിക്കും. ഈ പകലിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, എൻ്റെ ദൈവം നിന്നോട് കൂടിയിരിക്കും. അതേ സങ്കീർത്തനക്കാരൻ ആവർത്തിച്ചു പറയുന്നു. സങ്കീർത്തനം 68:20 ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ആകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നമ്മുടെ കർത്താവിനുണ്ട്. ഇന്ന് നീ ഭയപ്പെടുന്ന രോഗത്തിൽ നീ ഒടുങ്ങിപ്പോകാതെ ഈ രോഗത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ മരിച്ചു പോകാതെ, കടമുഖാന്തരം നീ ആത്മഹത്യ ചെയ്താതെ, വഴി അടഞ്ഞു പോയതുകൊണ്ട്, നിന്നയും നിരാശയും കേട്ട് മടുത്തത് കൊണ്ട്, പരിഹാസികളുടെ വാക്കിലെ പാട്ടായി നീ തീർന്നത് കൊണ്ട് നീ ഒടുങ്ങിപ്പോകാതെ, ആമേൻ സ്തോത്രം, പുറത്തു വരുവാൻ തക്കവണ്ണം, അതെ, ആ മരണത്തിൽ നീ ഒടുങ്ങിപ്പോകാതെ പുറത്തു വരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നോട് കൂടിയിരിക്കും. ആമേൻ. മരണത്തിന് എൻ്റെ ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തേയില്ല. നീ നിലവിളിച്ചാലും, ഹല്ലേലൂയ, നീ മരണത്തിന് വേണ്ടി ഏങ്ങിയാലും എൻ്റെ ദൈവം നിന്നെ ആമേൻ മരണത്തിന് ഏൽപ്പിച്ച് കൊടുക്കത്തേയില്ല. സ്തോത്രം. നോക്കൂ, 5-ാമതായി വേദപുസ്തകം ആ സാധ്യതയെ പിന്നെയും വെളിപ്പെടുത്തുന്നു. നമ്മെ സഹായിക്കും, ശക്തീകരിക്കും. ദൈവം കൂടിയിരിക്കുക മാത്രമല്ല, ആമേൻ, അവൻ നമ്മെ സഹായിക്കും, നമ്മെ ശക്തീകരിക്കും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10 ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ
ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ സ്തോത്രം. നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം. ദൈവം വലങ്കരം പിടിക്കും. ആമേൻ. എന്നാൽ ആമേൻ താഴേക്ക് വരുമ്പോൾ യെശയ്യാവ് പിന്നെയും പറയുന്നു, ആമേൻ അവൻ താങ്ങും. ആമേൻ. നീ വീണു പോകാതെ, നീ വീണ് തകർന്നു പോകാതെ എൻ്റെ ദൈവം നിന്നെ താങ്ങും. ആമേൻ. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ നശിച്ചു പോകാതെ എൻ്റെ ദൈവം നിന്നെ താങ്ങും. ആമേൻ. തള്ളി താഴെയിട്ട് മരണം കാണുവാൻ കാത്തിരിക്കുന്നവർക്ക് എറിഞ്ഞു കൊടുക്കാതെ എൻ്റെ ദൈവം നിന്നെ താങ്ങും. നീ ആയിരിക്കുന്ന ഏത് അവസ്ഥയിലും, നീ വീണു പോകുന്ന ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും, നീ കടന്നു പോകുന്ന ഏത് വെല്ലുവിളികളുടെ അനുഭവത്തിലും എൻ്റെ ദൈവം നിന്നെ താങ്ങും. അവൻ കൂടിരിക്കും. എൻ്റെ ദൈവം നിന്നെ താങ്ങും. ആമേൻ സ്തോത്രം. ചില പ്രശ്നങ്ങളിൽ, ചില പ്രതിസന്ധികളിൽ തളർന്നു പോകുവാൻ ഇടവരാത്ത വിധത്തിൽ ദൈവം കൂടിരിക്കും. ആമേൻ സ്തോത്രം. വചനം പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, സോ ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവം ആകുന്നു, ഞാൻ നിന്റെ ദൈവം ആകുന്നു. കേൾക്കണമേ. ഒരുപക്ഷെ ആമേൻ നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയാത്തൊരു കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളൊരു വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. നമ്മളെ സഹായിക്കുവാൻ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായെന്നിരിക്കട്ടെ, നമുക്ക് എന്ത് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്? നമ്മളൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കുവാൻ ഒരു മനുഷ്യൻ ഓടി വരുന്നു, നമുക്ക് സന്തോഷമുണ്ടാകും. ആമേൻ. നമുക്ക് ആശ്വാസമുണ്ടാകും, ബലമുണ്ടാകും. പക്ഷേ വചനം പറയുന്നു, ആമേൻ, ഞാൻ നിന്റെ കൂടിരിക്കും. ആമേൻ. പക്ഷേ നീ ഭ്രമിച്ചു പോകരുത്. അർത്ഥം, ദൈവം കൂടിരിക്കുന്ന സ്ഥലം, ആമേൻ, നിന്റെ സ്ഥലകാല ബോധത്തെ പോലും തകർത്ത് കളയുന്ന സ്ഥലമായിരിക്കും. ആമേൻ. ഓ രാധാര ശകാരതരെ ശന്ധാരകന യേശുവിൻ നാമത്തിൽ നിനക്ക് പോലും വിവേചിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ, നീ തിരിച്ചറിയുവാൻ, ആമേൻ, ഓർത്തെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഭയാനകമാകുന്ന പ്രതിസന്ധികളുടെ മധ്യേ എൻ്റെ ദൈവം നിന്നോട് കൂടിയിരിക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, രണ്ടാം പ്രാവശ്യവും ഗലീല കടൽ നുരഞ്ഞ് പതഞ്ഞ് കാറ്റിനാൽ പിടിക്കപ്പെട്ട് തിരമാലകൾ ഉയർത്തപ്പെട്ടു. ശിഷ്യന്മാരുടെ പടക് മുങ്ങുമാറായി. ആമേൻ സ്തോത്രം. ശിഷ്യന്മാർ നിലവിളിച്ച് കരയുവാനായി തുടങ്ങി, പരസ്പരം ബഹളം വയ്ക്കുവാനായി തുടങ്ങി. ആ സമയത്ത് കടലിന് മീതെ യേശു കടന്നു വന്നു എന്ന് വചനം പറയുന്നു. കടലിന് മീതെ യേശു നടന്നു. കടലിന് മീതെ യേശു നടന്നു. ശിഷ്യന്മാർ ഹയ്യട ഹയ്യ യേശു വരുന്നേ എന്ന് വിളിച്ചു എന്ന് ബൈബിളിൽ പറയുന്നില്ല. മറിച്ച് അവർ ഭൂതം എന്ന് പറഞ്ഞ് അലറി ഭയപ്പെടുകയുണ്ടായി. കാരണം ആമേൻ, യേശുവിനെ പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത പ്രതിസന്ധിയുടെ മധ്യത്തിൽ ശിഷ്യന്മാർ ആയിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ തിരിച്ചറിയണമേ. ആമേൻ. ദൈവം കൂടിയിരിക്കുന്നത് കൊണ്ട് പ്രശ്നം വരത്തില്ല എന്നല്ല, ദൈവം കൂടിയിരിക്കുന്നത് കൊണ്ട് പ്രതിസന്ധി വരത്തില്ല എന്നല്ല. ഒരുപക്ഷെ നിന്റെ വിശ്വാസം പോലും നഷ്ടം പെട്ടുപോകുന്ന പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരാം. ഭ്രമിച്ചു പോകരുതേ, ഭ്രമിച്ചു പോകരുതേ, ഭയന്നു പോകരുതേ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഭയന്നു പോകരുതേ. വെല്ലുവിളികളുടെ മധ്യ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പോൾ ഭ്രമിച്ചു നോക്കി പോകുന്ന, സുബോധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളുടെ മധ്യത്തിൽ ദൈവം നമ്മോട് കൂടിയിരിക്കും. ആമേൻ. അവിധത്തിൽ ഭയന്ന് ചിലരായിരിക്കുന്നുണ്ട്. യേശുവിനെ കണ്ടിട്ടും ഭൂതമെന്ന് പറഞ്ഞ് ചിലരായിരിക്കുന്നുണ്ട്. അയ്യോ, ഇതൊക്കെ ആവശ്യമുണ്ടോ? പ്രാർത്ഥന ആവശ്യമുണ്ടോ? വചനം ആവശ്യമുണ്ടോ? ദൈവത്തിനൊപ്പം നിൽക്കേണ്ടത് ആവശ്യമുണ്ടോ? ചിലർ ചോദ്യം ചോദിച്ചായിരിക്കുന്നുണ്ട്. കേൾക്കണമേ. ആമേൻ സ്തോത്രം. പത്രോസിനെയും ഒപ്പമുള്ളവരെയും ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം അലറിയാർത്ത ഗലീല കടലിന് മീതെ നടന്നു വന്ന യേശു, ആമേൻ, അവർ ഭൂതമെന്ന് പറയുവാൻ തക്കവണ്ണം അവരുടെ മനോബലം നഷ്ടപ്പെട്ടു പോയ ആ അവസ്ഥയിൽ കടന്നു വന്ന യേശു നിന്റെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. യേശുവിൻ്റെ കാൽ കീഴിൽ ഒടുങ്ങിയ ആ കാറ്റും കടലും നിന്റെ കാൽ കീഴിലും ഒടുങ്ങുവാൻ പോകുക. റാധാര അഷിയാറധരെ ശന്ധാരകൻ യേശുവിൻ നാമത്തിൽ. യേശു നടന്ന അതേ ഗലീല കടലിന് മുകളിൽ പത്രോസ് നടന്നുവെങ്കിൽ ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ചില പ്രതിസന്ധികളുടെ മുകളിൽ നടക്കുവാൻ പോകുക. മുങ്ങിത്താഴുമെന്ന് ലോകം വിളിച്ചു പറയുന്ന, എല്ലാം അവസാനിച്ചു പോകുമെന്ന് ലോകം വിളിച്ചു പറയുന്ന ചില പ്രതിസന്ധികളുടെ മുകളിൽ നടക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളോട് കൂടിരുന്ന് നിങ്ങളെ ശക്തീകരിക്കും. നോക്കൂ, 6 പറയുന്നു, ദൈവം കൂടിരിക്കുന്നത് കൊണ്ട് സ്വപ്നങ്ങൾ നിവർത്തിക്കപ്പെടുന്നു. ദൈവം കൂടിരിക്കുന്നത് കൊണ്ട് ദർശനമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. ദൈവിക ആമേൻ വാഗ്ദത്തങ്ങൾ കേട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വാഗ്ദത്തം കേൾക്കുന്നത് കൊണ്ടല്ല, നിങ്ങൾ ദർശനങ്ങൾ കാണുന്നത് കൊണ്ടല്ല, ദൈവം നിങ്ങളോട് കൂടിരിക്കുമെങ്കിൽ നിശ്ചയമായും ആ ദർശനം, ആ വാഗ്ദത്തം നിങ്ങളുടേതായി മാറും. ആമേൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ചില വാഗ്ദത്തങ്ങൾ കേട്ട സമയത്തെക്കുറിച്ച്. അന്ന് ഞാൻ വാഗ്ദത്തം കേട്ടു, അന്നത്തെ അവസ്ഥയിൽ ഞാൻ ആയിരുന്നുവെങ്കിൽ വാഗ്ദത്തം നിറവേറിയനെ. ആമേൻ. ഹല്ലേലൂയ.
തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലരുടെയും ചിന്ത ഇതാണ്, ഞാനായിരുന്ന അന്നത്തെ അവസ്ഥയിൽ, വാഗ്ദത്തം കേട്ട അവസ്ഥയിൽ ഞാനായിരുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം, എൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറിയനെ. കേൾക്കണമേ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം വായിക്കുമ്പോൾ ആമേൻ തുടക്ക ഭാഗത്തു തന്നെ മനോഹരമായ 2 ദർശനങ്ങളെ കാണുവാനായിട്ട് കഴിയും. അനുഗ്രഹീതമായി ഒരു ജാതിയുടെ പിറവിക്ക് കാരണമായ 2 ദർശനങ്ങൾ യോസേഫ് എന്ന ബാലകൻ കാണുകയാണ്. ആമേൻ സ്തോത്രം. ആ ദർശനങ്ങളുമായിട്ട് ആ ബാലകൻ അപ്പൻ്റെ മകനായിരുന്ന അനുഭവത്തിൽ തുടരുന്നില്ല, മറിച്ച് ചില ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ യോസേഫ് ആമേൻ അടിമയായി മാറുന്നു. യോസേഫ് ഒരു മിസ്രീമ്യന്റെ ഭവനത്തിനകത്ത് അടിമ വേല ചെയ്യുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നു. ഒരുപക്ഷെ യോസേഫിന് ചിന്തിക്കാം, ഞാൻ കേട്ട വാഗ്ദത്തം എൻ്റെ അപ്പൻ്റെ ഭവനത്തിനകത്ത് ഞാൻ സുരക്ഷിതനായിരുന്ന സമയത്തായിരുന്നെങ്കിൽ നിവർത്തിക്കപ്പെട്ടേനെ. ആമേൻ സ്തോത്രം. കാരണം അവിടെ വെച്ചാണല്ലോ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തത്. എൻ്റെ ഇന്നലകളിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നപ്പോൾ, ഞാൻ ഒരുപാട് ദൈവസന്നിധിയിൽ നിൽക്കുമായിരുന്നപ്പോൾ, ഞാൻ കർത്താവിന് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടപ്പോൾ എന്നോട് ദൈവം സംസാരിച്ചു. ഇന്ന് അനുഭവമില്ല. എനിക്ക് പഴയതുപോലെ നിൽക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് പഴയതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് പഴയതുപോലെ ഉപവസിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് പഴയതുപോലെ കരയുവാൻ കഴിയുന്നില്ല, എനിക്ക് പഴയതുപോലെ ഒന്നിനും പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കത്തില്ല. കേൾക്കണമേ, ആമേൻ. നിന്നോട് പറഞ്ഞ സമയം മുതൽ നീ കേട്ട സ്ഥാനത്ത് കുത്തിയിരിക്കുന്ന ഒരു ദൈവമല്ല നിനക്കുള്ളത്. വചനം പറയുന്നു 39:2-3 വാക്യങ്ങൾ, അവർ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി, ദൈവവും കൂടെ പോയി. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. യോസേഫ് മിസ്രൈമിലെങ്കിൽ ദൈവം മിസ്രൈമിലുണ്ട്. യോസേഫ് പോത്തിഫോറിന്റെ ഭവനത്തിലെങ്കിൽ ദൈവം പോത്തിഫോറിന്റെ ഭവനത്തിലുണ്ട്. യോസേഫ് കുണ്ടറയിലെങ്കിൽ ദൈവം കുണ്ടറയിലുണ്ട്. യോസേഫ് ആമേൻ സിംഹാസനത്തിലെങ്കിൽ ദൈവം സിംഹാസനത്തിലുണ്ട്. ചോദിക്ക്, എന്ത് തെളിവെന്ന് ചോദിക്ക്. വചനം പറയുന്നു, യോസേഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി, അവൻ ചെയ്തതൊക്കെ സാധ്യമായി തീർന്നു. നിന്നോട് കൂടെ ദൈവം ഇരിക്കും. ആരും വരാത്ത സ്ഥാനത്ത്, സഹോദരന്മാർ വരാത്ത സ്ഥാനത്ത്, ബന്ധുക്കൾ വരാത്ത സ്ഥാനത്ത്, ഭർത്താവോ ഭാര്യ ആരും വരാത്ത സ്ഥാനത്തും എൻ്റെ ദൈവം നിന്നോട് കൂടിയിരിക്കും. ആമേൻ. എൻ്റെ ദൈവം നിന്നോട് കൂടിയിരുന്ന് ദർശനങ്ങളെ നിവർത്തിക്കും. നീ കേട്ടത് സഹോദരൻ ആവർത്തിച്ചു പറയട്ടെ, സഹോദരി ആവർത്തിച്ചു പറയട്ടെ. നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, അത് നിവർത്തിക്കുവാൻ നീ ഇന്ന് വീണ് കിടക്കുന്ന ഏത് ആഴത്തിലും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നിന്റെ ആ വാഗ്ദത്തത്തെ പൊക്കിക്കൊണ്ടുവരുവാൻ, വീണുപോയ ആഴത്തിൽ നിന്ന് നീ കേട്ട വാഗ്ദത്തങ്ങളെ പൊക്കിക്കൊണ്ടുവന്ന് നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സിംഹാസനത്തിൽ ഇരുത്തുവാൻ എൻ്റെ ദൈവം ആമേൻ നിന്നോട് കൂടെയുണ്ട്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. അവൻ സഹോദരന്മാരെ പോലെ പൊട്ടക്കുഴി കൈവിടത്തില്ല. ആമേൻ. അവൻ പോത്തിഫറയെ പോലെ തള്ളി പറയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അവൻ പാനപാത്രവാഹകനെ പോലെ മറന്നു കളയത്തില്ല. എൻ്റെ ദൈവം കൂടിയിരിക്കും. ആമേൻ. നീ ഏതവസ്ഥയിലായിരുന്നാലും ഇന്ന് പകലും ആ സന്തോഷത്തിന് അളവില്ല. ആവർത്തിച്ച് പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും എൻ്റെ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. ആമേൻ. നീ കേട്ടത് നിവർത്തിക്കാതെ എൻ്റെ ദൈവം നിന്നെ വിടത്തില്ല. ആമേൻ. നിന്റെ സാഹചര്യം മാറിയാലും, നിന്റെ അവസ്ഥ മാറിയാലും, നിന്റെ അനുഭവം മാറിയാലും എൻ്റെ ദൈവം വിട്ട് മാറത്തേയില്ല. എൻ്റെ ദൈവം മാറി പോകത്തേ ഇല്ല. ആമേൻ സ്തോത്രം. 7-ാമതായി ആ സാധ്യതയെ കൂടെ ആമേൻ അല്പമായി ആരാഞ്ഞ് പിന്നെയും പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ മേൽ നിയോഗിക്കപ്പെട്ട ദൗത്യങ്ങളെ പൂർത്തീകരിക്കുവാനുള്ള ശക്തി ദൈവം കൂടിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും. നോക്കൂ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ ദൂതനിലൂടെ ഗിദെയോൻ എന്ന ഒരു മനുഷ്യൻ കേൾക്കുകയാണ്. ആമേൻ. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ദൈവം മാത്രമാണ് അവനെ പരാക്രമശാലിയെ എന്ന് വിളിക്കുവാൻ പറഞ്ഞത്. മറ്റുള്ളവരെല്ലാം അവനെ പരാജിതനെ എന്ന് വിളിക്കും, അവനെ പേടിത്തുണ്ട എന്ന് വിളിക്കും, അവനെ ധൈര്യമില്ലാത്തവനെ എന്ന് വിളിക്കും, എതിർത്ത് പറയുവാൻ കഴിവില്ലാത്തവനെ എന്ന് വിളിക്കും. ആമേൻ സ്തോത്രം. പലരും ചിന്തിക്കുന്നത്, ആമേൻ ആമേൻ സ്തോത്രം, പലരും പറയുന്നതിന് ഒപ്പം പറയാത്തത് കൊണ്ട്, അവർ പറയുന്നതിന് മുകളിൽ കൗണ്ടർ പറയാത്തത് കൊണ്ട്, അവരെക്കാളും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാത്തത് കൊണ്ട് ആമേൻ ഭീരുവാണ്, ഭയപ്പെട്ടവനാണ്. ആമേൻ. ഒരിക്കലുമല്ല. ഗിദെയോനോട് ചോദിച്ചാൽ ഗിദെയോൻ പറയും, ആമേൻ, എനിക്ക് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുവാൻ താല്പര്യമില്ല, അല്പം ഗോതമ്പുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകാതെ എനിക്ക് വീട്ടിലെത്തിക്കണം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരെങ്കിലും മിണ്ടാതിരിക്കുന്നുവെങ്കിൽ അവന് നാവില്ലാത്തത് കൊണ്ടല്ല, ആരെങ്കിലും മറുപടി പറയാതിരിക്കുന്നത് അവന് കഴിവില്ലാത്തത് കൊണ്ടല്ല, ആരെങ്കിലും മറുപടി പറയാതിരിക്കുന്നത് അവൻ തോറ്റുപോയത് കൊണ്ടല്ല, അവൻ എന്തോ ചിലതിനെ ലക്ഷ്യം വെച്ച്
കൊച്ചായിരിക്കുക, അതിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ അവന് മനസ്സില്ല. ചിലരൊക്കെ മറുപടി പറയാത്തത്, സഹോദരി നീ മറുപടി പറയാത്തത് നിന്റെ കയ്യിൽ ചിലതുണ്ട്. ആമേൻ, നിനക്കതറിയാം. ഇത് നഷ്ടപ്പെട്ടു പോകരുത്, ഈ കൃപ നഷ്ടപ്പെട്ടു പോകരുത്, ഈ അഭിഷേകം നഷ്ടപ്പെട്ടു പോകരുത്. വാ തുറക്കരുത്. എതിർത്ത് നിൽക്കുന്ന ചിലരോട് വാ തുറക്കരുത്. പരിഹസിക്കുന്ന ചിലരോട് വാ തുറക്കരുത്. ഓ രാധാരാശിഖാരൻ അപമാനിപ്പിക്കുന്ന, നിന്നെ വായടപ്പിക്കുന്ന ചിലരോട് നാവ് കൊണ്ട് യുദ്ധം ചെയ്യരുത്. ഗിദെയോനെ പോലെ ആ അല്പം ഗോതമ്പിന് വേണ്ടി മുന്തിരി ചക്കിന്റെ ചുവട്ടിൽ മല്ല് പിടിച്ചതുപോലെ ഇന്ന് പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ആ അല്പം നഷ്ടപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്ക്. ആമേൻ. ലോകം നിന്നെ ഭീരു എന്ന് വിളിക്കുമ്പോൾ ദൈവം നിന്നെ പരാക്രമശാലി അല്ല, നിന്നിലെ പരാക്രമശാലിയെ ദൈവം കാണും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഗോതമ്പ് നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഗിദെയോനിൽ ദൈവം കാണുകയാണ്. ആമേൻ. സ്തോത്രം. ഇവനിൽ ഒരു പരാക്രമശാലിയുണ്ട്. ഇവന്റെ ഗോതമ്പ് നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ ഈ ദേശത്തിലെ ഒരു വയലിലെ ഗോതമ്പ് നഷ്ടപ്പെടുവാൻ ഇടവരാത്ത വിധത്തിൽ അവനെ സംരക്ഷിക്കുവാൻ, അതിനെ സംരക്ഷിക്കുവാൻ ഇവന് കഴിയും. ആമേൻ. സ്തോത്രം. നീ ചിലത് നഷ്ടപ്പെടുത്തത്തില്ല എന്ന് ആമേൻ നാവടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. കേൾക്ക്, ദേശത്തിൽ അനേക കുടുംബങ്ങൾക്കകത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് നഷ്ടപ്പെട്ടു പോകാതെ തടഞ്ഞു നിർത്തുവാൻ നിനക്ക് ശക്തിയുണ്ടെന്ന് എൻ്റെ ദൈവം തിരിച്ചറിയാം. നീ പരാക്രമശാലി. ആമേൻ. നീ നാവ് കൊണ്ടുള്ള പരാക്രമശാലിയല്ല, നീ വാക്ക് കൊടുത്ത് വാക്കെതിർത്ത് പറയുന്ന പരാക്രമശാലിയല്ല, നീ അപവാദം പറഞ്ഞ് ജയിക്കുന്ന പരാക്രമശാലിയല്ല, നീ കുറ്റം പറഞ്ഞ് ജയിക്കുന്ന പരാക്രമശാലിയല്ല, നീ ദുരാലോചന പറഞ്ഞ് നീ നുണ പറഞ്ഞ് ജയിക്കുന്ന പരാക്രമശാലിയല്ല, നീ പ്രാർത്ഥിക്കുന്ന പരാക്രമശാലിയ. ഗോതമ്പുമായി മുന്തിരി ചക്കിന്റെ അടുക്കലെത്തുന്ന ഗോതമ്പുമായി മുന്തിരി ചക്കിന്റെ അടുക്കലിരിക്കുന്ന പരാക്രമശാലി. ആമേൻ. ചിലരുടെ ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, ദേശം വിടുവിക്കപ്പെടുവാൻ തിരിച്ചറിയുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നിന്നിൽ എന്റെ ദൈവം ഒരു പരാക്രമശാലിയെ കണ്ടിട്ടുണ്ട്. ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിന്നിൽ എന്റെ ദൈവം ഒരു പരാക്രമശാലിയെ കണ്ടിട്ടുണ്ട്. നിന്നിൽ എന്റെ ദൈവം ഒരു പരാക്രമശാലിയെ കണ്ടിട്ടുണ്ട്. ഓ രാധാരാശക മുന്തിരി ചക്കിന്റെ ചുവട്ടിൽ, ഓ സ്തോത്രം, അല്പം ഗോതമ്പുമായിരുന്ന ഓ ഗിദെയോനെ പോലെ ദൈവസന്നിധിയിൽ ഒന്നിരിക്കെ വിളിച്ചു പറയാപ്പാ, ഈ അല്പത്തെ ഞാൻ കളയത്തില്ല, ഈ അല്പം സന്തോഷത്തെ ഞാൻ കളയത്തില്ല, ഈ അല്പം നന്മ ഞാൻ കളയത്തില്ല, ഈ അല്പം തൊഴിലിനെ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല, ഈ അല്പം സമാധാനത്തെ ഞാൻ യേശുവെന്നാമത്. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ആരും മൗനമായിരിക്കരുത്. വിളിച്ചു പറയാപ്പാ, ഈ അല്പത്തെ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല, ഈ അല്പം നഷ്ടപ്പെട്ടു പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല, ഈ അല്പം നഷ്ടപ്പെട്ടു പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. പരാക്രമശാലിയെ, പരാക്രമശാലിയെ, യോവാശിന്റെ കരുവേല കത്തിന് ചുവട്ട് ദൈവം ഗിദെയോനോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ നാളെ വിളിച്ചു പറഞ്ഞ ദൈവം ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയുക. അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, പരാക്രമശാലിയെ, പരാക്രമശാലിയെ, ആ അല്പം നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരുമിച്ച് കർത്താവിനെ ചില നിമിഷങ്ങൾ പാടി മഹത്വപ്പെടുത്തിയാട്ട്. കർത്താവ് ഇന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി ആ അത്ഭുതത്തെ പ്രവർത്തിക്കുക. ദൈവം കൂടെയുണ്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഒരുമിച്ച് ആരും മൗനമായിരിക്കരുത്. ഇന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. യേശുവിൻ നാമത്തിൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകെ ക്ഷമിച്ചിരുന്നു, രോഗങ്ങൾ അഖിലവും നീക്കിയിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ.
ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.